السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ വലിയൊരു ഗ്യാപ്പിന് ശേഷം ദേശീകരണത്തിന്റെ ഒരു എപ്പിസോഡും കൂടെ എടുക്കുകയാണ്. ഇതിപ്പം ആദ്യമായിട്ട് കയറുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വയറിനകത്ത് 39ാമത്തെ പാർട്ടെന്ന് കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഒരു ബുക്കിനെ ബേസ് ചെയ്തിട്ട് ഹൃദയം അല്ലെ, എന്തൊരു ചേഞ്ചും ഹൃദയത്തിന്റെ അകത്ത് നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ഹൃദയത്തിന്റെ ചേഞ്ചസ്, ഹൃദയത്തിനെ എങ്ങനെയൊക്കെ മാറ്റാം എന്നുള്ളത് ഓരോ ക്ലാസ്സും ഓരോ ഹദീസുകളെ ബേസ് ചെയ്തിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്നത്തെ നമ്മളുടെ ഹദീസിന്റെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിൽ പോലും ഇതുവരെ ഡിസ്കസ് ചെയ്യാത്ത വേറൊരു ഹദീസ്, അതായത് നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത്. ഓക്കെ, ഹദീസ് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുള്ളതായിരിക്കും, എന്നാലും നമുക്ക് അതിനൊന്ന് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. അഹ്മദ് റിപ്പോർട്ട് ചെയ്ത് അൽബാനി ഹസനാക്കിയിട്ടുള്ള, ഓക്കെ, സ്വഹീഹ തഗീബില് അൽബാനി ഹസനാക്കിയിട്ടുള്ള ഒരു ഹദീസാണ്. അതിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു. ഒരു അബ്ദിന്റെ അല്ലെ, ഒരു അടിമയുടെ ഈമാന് ഇസ്തിഖാമ, അതായത് സ്ട്രെയിറ്റ് ആവുന്ന, നിലനിൽക്കുന്നില്ല. ഏതുവരെ? ഹത്താ യസ്തഖീമ ഖൽബുഹു, അവന്റെ ഹൃദയം സ്ട്രെയിറ്റ് ആവുന്നത് വരെ. ഓക്കെ, വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു. അവന്റെ ഹൃദയം സ്ട്രെയിറ്റ് ആവുന്നില്ല എവിടെ വരെ? അതായത് ഹൃദയം ആ ഒരു എസ്റ്റാബ്ലിഷ്ഡ് അല്ലെങ്കിൽ ഇസ്തിഖാമത്തിലാവുന്നില്ല ഏതുവരെ? അവന്റെ നാവ് സ്ട്രെയിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ. വലാ യദ്ഖുലു റജുലുൽ ജന്നത ലാ യഅ്മനു ജാറുഹു ബവാഇഖ. അതായത് ഒരു വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല ഏതുവരെ? അവന്റെ നെയ്ബർ, അവന്റെ അയൽവാസി അവനിൽ നിന്നുള്ള ഉപദ്രവത്തിൽ നിന്നും സേഫ് അല്ലാതെ ആയിരിക്കുന്നത് വരെ. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് മെല്ലെ വിശദീകരണത്തിലേക്ക് പോവാം. അപ്പം നമുക്കറിയാം സ്വർഗത്തിലേക്കുള്ള വഴി അല്ലെ, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഇംപ്രൂവ്മെന്റ്, നമുക്ക് വരേണ്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത്, അത് ഹൃദയം ടച്ച് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മാറ്റമായിട്ട് കണക്കാക്കാൻ പറ്റില്ല അല്ലെ. ഞാൻ അത് ചെയ്യാൻ തുടങ്ങി, ഇത് ചെയ്യാൻ തുടങ്ങി, അത് ചെയ്യൽ നിർത്തി, ഇത് ചെയ്യൽ നിർത്തി എന്നൊക്കെ പറയുമ്പോഴും ആ മാറ്റങ്ങളിൽ നമ്മുടെ ഹൃദയം ഇല്ല എന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റമായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അതൊരു യഥാർത്ഥത്തിലുള്ളതും ലോങ് ലാസ്റ്റിംഗ് എന്നെന്നും നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു മാറ്റം ആവൂല. അതായത് ഇന്റേണൽ, ഉള്ളിലുള്ള ആ ഒരു തസ്കിയ അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ നടക്കാതെ. ഓക്കെ, പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ഹൃദയത്തിന്റെ മാറ്റം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ എക്സ്റ്റേണൽ ചോയ്സ്, അതായത് നമ്മൾ പുറത്ത് ബാഹ്യമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളെ ഹൃദയത്തിന്റെ മാറ്റത്തിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ മുമ്പ് പല ക്ലാസ്സുകളിലും ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഹൃദയം മാറുമ്പം നമ്മളുടെ പ്രവർത്തനങ്ങൾ മാറും, പ്രവർത്തനങ്ങൾ മാറുമ്പം ഹൃദയം മാറും. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മളുടെ നാവിന്റെ ചലനം. ഓക്കെ, നാവ് എത്ര നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നു അത്രയും നമ്മളുടെ ഹൃദയം നന്നാവും. അതേപോലെ ഹൃദയം എത്ര നന്നാവുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ നാവ് നമ്മൾ ഉപയോഗിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു ഹദീസിനകത്ത് നമ്മൾ പറയുന്നത് ഹൃദയത്തിന്റെ സൗണ്ട്നെസ് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ആ ഒരു അവസ്ഥ, ഓക്കെ, ആ ഒരു പാത്ത് എന്ന് പറയുന്നത് നമ്മളുടെ നാവിനെ റീഫോം ചെയ്തുകൊണ്ട് നാവില് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതാവണം എന്നുള്ളത്. ഓക്കെ, അപ്പം വെൽനെസ് അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ആരോഗ്യകരമായ അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ഈമാന്റെ ആരോഗ്യകരമായ അവസ്ഥ. അപ്പം അവിടെ നിന്നാണല്ലോ അല്ലെ തുടങ്ങുന്നത്. ഹൃദയത്തിന്റെ ആരോഗ്യം എന്നുള്ളത് എന്താന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇനി അടുത്തത് നാവിലേക്ക് പോകാൻ. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു വിഷയം സംസാരിക്കാം, വെൽനെസ് ഓഫ് ദി ഹാർട്ട് ആൻഡ് ഈമാൻ. നമ്മുടെ ഈമാന്റെ ആ ഒരു ആരോഗ്യം, സൗണ്ട് ആയിട്ടുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഒരു സൗണ്ട്നെസ് ഉള്ള അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്താണ്? നമുക്കറിയാം നമ്മളുടെയൊക്കെ സന്തോഷത്തിന്റെ കീ എന്ന് പറയുന്നത് തന്നെ ഹൃദയത്തിലാണ് അല്ലെ. അവിടെയാണ് നമ്മൾ സന്തോഷമൊക്കെ എന്താന്ന് നമ്മൾ അറിയുന്നത്. ഇസ്ലാമിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടീച്ചിങ്ങും കൂടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ചേഞ്ച് എന്ന് പറയുന്നത്. ഹൃദയത്തിന്റെ ചേഞ്ച് ഇല്ലാതെ നമുക്ക് ചേഞ്ച് ആയിട്ട് കണക്കാക്കാനേ പറ്റില്ല, നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഈ ഒരു ഹദീസിനകത്ത്
ഇതാണ് പറയുന്നത്. ഇവൻ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഹദീസ്, ഏറ്റവും ഈ ഒരു സീരീസിന്റെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ശരീരത്തിൽ ഒരു കഷ്ണം ഇറച്ചിയുണ്ട്, അത് നന്നായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നന്നായി, അത് മോശമായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം മോശമായി. അപ്പം അതും പറയുന്നത് എന്താണ്, ഹൃദയമാണ് ഇമ്പോർട്ടന്റ് എന്നല്ലേ. അപ്പൊ ഞാനും നിങ്ങളും എന്തൊക്കെ നമ്മളെ ജീവിതത്തിലേക്ക് പുതിയതായിട്ട് കൊണ്ടുവരുത്താൻ ശ്രമിച്ചാലും, നമ്മൾ പുതിയ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ അല്ലെ, അല്ലെങ്കിൽ തെറ്റാണെന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ, എന്തൊക്കെ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിലും റിമൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും ഓക്കെ, എല്ലാം ആ രീതിയിൽ നമ്മൾ ഏത് രീതിയിൽ നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും സുബ്ഹാനല്ലാഹ് എന്താണ് അതിന്റെ ഹൃദയത്തിൽ അതിന് വരുന്ന മാറ്റം, അല്ലെങ്കിൽ നമ്മുടെ ബാഹ്യമായിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഒരു ഫാക്ടർ നമുക്ക് അതിൽ നിന്നും ഒഴിവാക്കാനേ പറ്റൂല അല്ലെ. അതായത് ഹൃദയം മാറാതെ നമുക്ക് ജീവിതത്തിലേക്ക് ഒന്നും പുതിയതായിട്ട് കൊണ്ടുവരാനും ശരിയായ രീതിയിൽ കൊണ്ടുവരാൻ പറ്റില്ല, ഒന്നും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനും പറ്റില്ല. അതേപോലെ ഉമ്മത്തിന്റെ അവസ്ഥ മാറണമെങ്കിലും എന്താവണം, ഹൃദയം മാറണം അല്ലെ. ഹൃദയം മാറുക എന്ന് പറയുമ്പോൾ, ഹൃദയം നല്ല രീതിയിൽ മാറുക എന്ന് പറയുമ്പോൾ നാച്ചുറലി ആ ഉമ്മത്ത് എന്താവും, അള്ളാഹു സുബ്ഹാനഹു തആലയോട് അടുത്തുകൊണ്ടിരിക്കും അല്ലെ. അല്ലാതെ ബാഹ്യമായിട്ട് ഒരുപാട് വസ്ത്രധാരണത്തിൽ മാറ്റം വരുത്തി, നമസ്കാരത്തിൽ മാറ്റം വരുത്തി, അല്ലെങ്കിൽ നമുക്ക് പ്രത്യക്ഷമായ കാര്യങ്ങൾക്കനുസരിച്ച് ഒരു ഉമ്മത്ത് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മാറൂല. ആ മനുഷ്യൻ മാറണമെങ്കിൽ ആ മനുഷ്യന്റെ ഹൃദയം അള്ളാഹുമായിട്ട് കണക്റ്റഡ് ആവണം. ഹൃദയം അള്ളാഹുവിനോട് കണക്റ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ ഹൃദയം ചേഞ്ചസിലൂടെ കടന്നു പോകണം. ഹൃദയത്തിന്റെ പല രോഗങ്ങളും മാറുമ്പോഴേ, കിബറും ഹസദും ഷുഹും അങ്ങനെയുള്ള ഓരോ രോഗങ്ങളും മാറുമ്പോഴാണ് ശരിക്കും നമുക്ക് അള്ളാഹിന്റെ അടുത്ത് അടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം ആ ഒരു പ്രതിബന്ധം അല്ലെ, നമ്മൾ അള്ളാഹിന്റെ മുമ്പ് ചെന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു കണക്ഷൻ ഒന്നും ഫീൽ ചെയ്യൂല. ഓക്കെ, അപ്പം ഹൃദയത്തിന്റെ മാറ്റത്തിന്റെ ഇമ്പോർട്ടൻസ് മാത്രമല്ല, നമ്മളൊരു ഫാമിലി റിലേഷൻസിൽ പോലും, നമ്മുടെ കുടുംബ ബന്ധത്തിൽ പോലും ഒരു ബെറ്റർമെന്റ് എന്ന് പറയുന്നത് ഭർത്താവിന്റെ ഭാര്യന്റെ ഇടയിൽ, കുട്ടികളുടെ ഇടയിൽ, മാതാപിതാക്കളുടെ ഇടയിൽ, ഇൻലോസിന്റെ ഇടയിൽ, ഇനി എക്സ്റ്റെൻഡഡ് ഫാമിലി കസിൻസ് അങ്ങനെയുള്ള മുത്താപ്പള, ആ കുടുംബങ്ങളിലേക്കൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ എന്താവണം, ഉള്ളിലുള്ള സംഭവം മാറണം. അതിലുള്ള ഈമാൻ മാറണം അല്ലെ. ഹൃദയത്തിന് എന്താക്കണം, ഒരു പ്രബുദ്ധമാക്കണം, അല്ലെങ്കിൽ ഹൃദയത്തിലെ മാറ്റങ്ങൾ അടുത്തടുത്ത ലെവലുകളിലേക്ക് പോകണം. അങ്ങനെ ഒരു ഈമാനിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ഞാൻ 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 എന്നുള്ള പ്രയോറിറ്റി അവിടെ മാറ്റി വെച്ചിട്ട് അവരെ ഫസ്റ്റ് വെക്കാൻ പറ്റുള്ളൂ അല്ലെ. യെസ്, നിങ്ങളാണ് ഫസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ എനിക്ക് അള്ളാന്റെ അടുത്തു നിന്നുള്ള ശരിക്കുള്ള പ്രതിഫലം ഉണ്ടെന്ന് എപ്പോഴാണ് മനസ്സിലാവുക, ഹൃദയത്തിൽ ഈമാൻ മാറുമ്പോഴാണ് അല്ലെ. ഒരുപക്ഷെ ഇപ്പം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളെ വീടുകളിലും കുടുംബങ്ങളിലും ഒക്കെ മാറ്റം വരുത്താൻ. ഇതേ കാര്യം നമ്മൾ പണ്ടും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പണ്ട് ഭയങ്കര പ്രയാസമായിരുന്നു. ഇപ്പം കുറച്ചും കൂടെ എളുപ്പമായി വരുന്നുണ്ട്. എന്തുകൊണ്ടാ, ഹൃദയത്തിന്റെ അവസ്ഥ മാറുന്നുണ്ട്, ഈമാന്റെ അവസ്ഥ മാറിയിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് ആൾക്കാരോട് ഏറ്റവും നല്ല മാനേഴ്സ് കാണിക്കാൻ പറ്റിയപ്പോഴാ, ഏറ്റവും നല്ല രീതിയിൽ അവരെ ഡീൽ ചെയ്യാൻ പറ്റിയപ്പോഴാ, നമ്മൾ ഈമാൻ മാറുമ്പോൾ അല്ലെ. ഈമാൻ കുറച്ചും കൂടെ അടുത്തടുത്ത ലെവലുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് പുറത്തുള്ള ആളുകൾ അവരെ നമ്മളടുത്ത് എന്ത് മോശമായിട്ട് ചെയ്തു കഴിഞ്ഞാലും പെരുമാറിയാലും നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പം ഈമാനാണ് നമ്മളെ ശരിക്കും അഖ്ലാഖ് പഠിപ്പിക്കുന്നത് അല്ലെ. നമ്മൾ കുറെ അഖ്ലാഖിന്റെ ക്ലാസ്സുകൾ, സ്വഭാവത്തിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ കേൾക്കും, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. പക്ഷെ ഈ പറഞ്ഞതൊന്നും ഇത്ര കേട്ട് കഴിഞ്ഞാലും പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും നമ്മൾ തന്നെ പറയാറുണ്ട് അല്ലെ, എനിക്ക് അത് മാറ്റാൻ പറ്റുന്നില്ല, ഇത് മാറ്റാൻ പറ്റുന്നില്ല. എല്ലാം എപ്പോഴാ മാറ്റാൻ പറ്റുക, ഈമാൻ മാറുമ്പോൾ. എന്താ ഈ ഈമാൻ അല്ലെ, എന്താ ഈമാൻ എന്ന് പറയുന്നത്? നമുക്ക് ഒറ്റ വാക്കിൽ വിശ്വാസം, അള്ളാഹുലുള്ള വിശ്വാസം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അത് നമ്മളെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് കേറുമ്പോഴാണ് അല്ലെ. പലപ്പോഴും നമ്മൾ അള്ളാഹിന്റെ ഓരോ നാമങ്ങളെയും എടുത്തു വെച്ച് പറയാറുണ്ട് അല്ലെ. അള്ളാഹു റബ്ബാണ്, അള്ളാഹു അൽ അലീമാണ്, അള്ളാഹു അൽ ബസീർ ആണെന്നൊക്കെ ഉള്ളത്. ആ ഒരു അൽ ബസീർ ആണെന്നുള്ളതിൽ ശരിക്കും നമുക്ക് വിശ്വാസം വരുമ്പോ തന്നെ അതെല്ലാം കാണുന്നുണ്ടെന്ന് ശരിയായ ഈമാൻ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ ഡീലിങ്സിലും ആ മാറ്റം വരും അല്ലെ. പക്ഷെ നമുക്കൊന്നും ആ ഒരു ശരിയായ ഈമാൻ അതിൽ വരാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മളെ പല പ്രവർത്തനങ്ങളും അള്ളാഹ് കാണുന്നില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആരും കാണുന്നില്ല, ഇത് ഞാനേ അറിയുന്നുള്ളൂ എന്നുള്ള രീതിയിലായിട്ട് മാറുന്നത്. അപ്പം ഈമാനാണ് നമ്മളെ എല്ലാത്തിന്റെയും ബെസ്റ്റിലേക്ക്, സ്വഭാവത്തിന്റെ ബെസ്റ്റിലേക്ക്, ഡീലിങ്സിന്റെ ബെസ്റ്റിലേക്ക്, ഈവൻ ജീവിതത്തിൽ ഓരോ ചോയ്സസ് അള്ളാഹിനെ അനുസരണക്കേട് കാണിക്കാനുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പോലും അവിടെ അനുസരണയാണ് കാണിക്കേണ്ടതെന്നുള്ള ചോയ്സ് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നത് എപ്പോഴാ, ഹൃദയത്തില് ഈമാൻ ബെറ്റർ ആവുമ്പോ. ഈമാൻ എങ്ങനെ ബെറ്റർ ആവാ, നമ്മളപ്പൊ ചിന്തിക്കൂലേ, നാളെ ഇതിന് റബ്ബിന്റെ മുമ്പിൽ ചെന്ന് മറുപടി പറയണ്ടേ. അതങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുക നമുക്ക് യൗമുൽ ഖിയാമയിൽ ഈമാൻ ഉണ്ടാവുമ്പോ, വിശ്വാസം ഉണ്ടാവുമ്പോ, യഖീൻ ഉണ്ടാവുമ്പോ അല്ലെ. ഇതൊക്കെ നമുക്ക് മുമ്പൊക്കെ വാക്കുകൾ കൊണ്ട് പറഞ്ഞു പോകുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ അത് ഹൃദയത്തിലേക്ക് ഇറങ്ങിയപ്പോ നമുക്ക് ആ പേടി അല്ലെ, ആ ചിന്തയൊക്കെ ശരിക്കും വന്നപ്പോ ഈമാൻ ബെറ്റർ ആവുമ്പോഴാണ് ഇതൊക്കെ പുറത്തേക്ക് വരുള്ളൂ ശരിയായ രീതിയിൽ.
അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കേട്ട് പോകും. നമ്മൾ എത്ര കാലം തിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഒരു സ്വഭാവവും നമ്മളുടേത് മാറുന്നില്ല. ആ ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ പോണത് അല്ലെ. അപ്പം ശരിയായ രീതിയിൽ നമ്മുടെ ഈമാൻ ഇൻക്രീസ് ആവാതെ നമുക്ക് നമ്മളുടെ തന്നെ ഒരു ബെറ്റർ ഞാൻ എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് കാണാനേ പറ്റൂല. അല്ലെങ്കിൽ ഒരു ഡിപ്രഷനോ ഒരു വിഷമോ അല്ലെങ്കിൽ ഈവൻ എന്നോട് തന്നെ എനിക്കുള്ള വെറുപ്പോ അങ്ങനത്തെ പല പല രോഗങ്ങൾ ഇന്നത്തെ കാലത്തുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനത്തെ എന്ത് കാര്യത്തിലും എന്ത് തരത്തിലുള്ള രോഗത്തിനും മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഈമാൻ ഇൻക്രീസ് ചെയ്യാന്നുള്ളത് അല്ലെ. നമ്മുടെ ജീവിതത്തിൽ ഒരു ഉദ്ദേശം വരണമെങ്കിൽ പോലും, ജീവിതത്തിന് ഒരു അർത്ഥം വരണമെങ്കിൽ പോലും എന്താ മാറ്റം വരുത്തേണ്ടത്? കുറെ മരുന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറെ നമ്മളെ മറ്റു ഭാഗങ്ങൾ കൊണ്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അവയവങ്ങൾ കൊണ്ടുള്ള എക്സസൈസ് ചെയ്താലോ മെഡിറ്റേഷൻ ചെയ്താലോ ഒന്നും സത്യം പറയണമെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള ഇതിനൊന്നും സൊല്യൂഷൻ ഇല്ല. ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, ഈമാനില് മാറ്റം വരാന്നുള്ളത് അല്ലെ. സുബ്ഹാനല്ലാഹ്, ഈ ഈമാൻ ഉണ്ടെങ്കിലുണ്ടല്ലോ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എളുപ്പമാണ്. ഈ പറഞ്ഞ എല്ലാ സംഭവത്തിൽ നിന്നും നമുക്ക് മാറ്റങ്ങൾ വരികയും ചെയ്യും അല്ലെ. ഒരു ആൻസൈറ്റിയും ഒരു ഡിപ്രഷനും, ശരിക്കും ഈമാൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വീണ് വീണ് പോകുന്നത് കാണാം അല്ലെ. സുബ്ഹാനല്ലാഹ്, അപ്പം ഈമാൻ കൂടാന്നുള്ളതേ ഒരേ ഒരു സൊല്യൂഷൻ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇബ്ലീസ് എന്ത് ചെയ്യും? പരമാവധി ഈമാൻ വർദ്ധിക്കുന്ന ചാൻസസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓരോ സ്റ്റേജിലും ഒരു വ്യക്തി ഈമാനുമായിട്ട് അടുക്കുന്നെന്ന് ഇബ്ലീസിന് തോന്നിക്കഴിഞ്ഞാല്, തൗഹീദുമായിട്ട് അടുക്കുന്നെന്ന് തോന്നിക്കഴിഞ്ഞാല് അത് അതിന്റെ മുളയിൽ തന്നെ പറ്റുമെങ്കിൽ ഇബ്ലീസ് നുള്ളാൻ ശ്രമിക്കും. ശരിക്കും എല്ലാത്തിന്റെയും ആദ്യത്തെ സ്റ്റേജ് എന്താണ്? ഇൽമ നേടുക എന്നുള്ളത് അല്ലെ. ഈമാൻ പോലും നമ്മൾ ഇൽമ നേടിയാലേ നമുക്ക് അറിയുള്ളൂ. അള്ളാഹുവിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താന്ന് നമ്മൾ പഠിച്ചിട്ട് വേണം അല്ലെ. അപ്പൊ ആ പഠിക്കുന്നതിനെ ആദ്യം ഇബ്ലീസ് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കും അല്ലെ. എന്നിട്ട് പഠിച്ചത് പ്രവർത്തിക്കുന്നതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കും. പ്രവർത്തിച്ചതിന്റെ അടുത്ത ലെവലിലേക്ക് പോകുന്നതിൽ നിന്ന് ഇബ്ലീസ് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കും. അങ്ങനെ പല 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 ലെവലുകളിൽ നമ്മളുടെയൊക്കെ ഈമാൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഇബ്ലീസ് ശ്രമിച്ചതിന് വീണ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് നമുക്കൊക്കെയും നമ്മുടെ ഹൃദയത്തിന്റെ അടുത്ത ഒരു ലെവൽ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് പലപ്പോഴും എത്താൻ പറ്റാത്തത് അല്ലെ. സുബ്ഹാനല്ലാഹ്, പലപ്പോഴും നമ്മളൊക്കെ സ്റ്റക്കായി പോണത് ഇതുപോലെ ഈ ഈമാന്റെ മാറ്റത്തിന് ഇബ്ലീസ് സമ്മതിക്കാത്തതിൽ, ആ ഒരു പ്രശ്നത്തിൽ നമ്മളൊക്കെ വീണ് കൊടുക്കുന്നതുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈമാന് നമ്മളെ ജീവിതത്തിന് ആ ഒരു സന്തോഷവും കംഫർട്ടും ഒക്കെ തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ, ഈ പറഞ്ഞ ഹദീസിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം, ഒരു മനുഷ്യന്റെ ജീവിതം ഒരിക്കലും അവൻ എന്താണ് സ്ട്രെയിറ്റ് ആവില്ല ഇതുവരെ അവന്റെ ഹൃദയം സ്ട്രെയിറ്റ് ആവുന്നത് വരെ. ഹൃദയം സ്ട്രെയിറ്റ് ആവുന്നത് എപ്പോഴാ? ഈമാൻ ഉണ്ടാവുമ്പോ അല്ലെ. അപ്പം അള്ളാഹ് എന്ന് പറയുന്നത് എല്ലാ വ്യക്തിന്റെയും ഹൃദയത്തിന്റെ സന്തോഷം എന്ന് പറയുന്നതേ അള്ളയാണ്. ഹൃദയത്തിന്റെ വിഷമം എന്ന് പറയുന്നത് എന്താണ്? ഷെയ്ത്താനാണ്. ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ ഐഹികമായിട്ടുള്ള പല 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 അറ്റാച്ച്മെന്റ്, പലതിനോടുമുള്ള ഇഷ്ടങ്ങൾ അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ആ ഐഹികമായിട്ടുള്ള എല്ലാത്തിനോടുമുള്ള അടിമത്തം അവസാനിപ്പിച്ചിട്ട് അള്ളാന്റെ മാത്രം അടിമയാവുമ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് ശരിയായ രീതിയിലുള്ള ആ ഒരു സന്തോഷം അല്ലെ. ശരിക്കും നമ്മളൊക്കെ പലപ്പോഴും ആ കിട്ടിയ സന്തോഷം കൊണ്ട് ഭയങ്കര സംഭവമാണ്, ഭയങ്കര സമാധാനമാണ്, അതിനകത്ത് ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരാണ് പലപ്പോഴും അല്ലെ. നമ്മളൊക്കെ പല ക്ലാസ്സുകളിൽ കയറുന്നതിന്റെ കാരണം പോലും അതാണ്. ക്ലാസ് കേൾക്കുമ്പോൾ എനിക്കൊരു സമാധാനമാണ്, ആ സമാധാനം മതി എന്ന് വിചാരിച്ച് അതിനകത്ത് പലപ്പോഴും നമ്മൾ സ്റ്റക്കായി പോകുന്ന ആൾക്കാരാണ് അല്ലെ. പക്ഷെ ശരിക്കും ഹൃദയത്തിൽ അള്ളാഹ് മാത്രം ഉണ്ടാവുക, അള്ളാഹ് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, അവിടെ കിട്ടുന്ന ഒരു എക്സ്റ്റസി ഉണ്ടല്ലോ. അപ്പൊ എപ്പോഴും നമ്മളെ മനസ്സിൽ വെക്കുക, ഇതിന്റെ അടുത്തൊരു ലെവൽ സന്തോഷം കൂടെ എനിക്ക് കിട്ടാനുണ്ട്, ഇതിന്റെ അടുത്തൊരു ലെവൽ സമാധാനം കൂടെ എനിക്ക് കിട്ടാനുണ്ട്. ശരിക്കും ഈ തിന്മകളിൽ അകപ്പെട്ട ആളുകൾ ഉണ്ടാവും അല്ലെ. അവർക്കിപ്പം ആദ്യം ചിലപ്പം പാട്ട് കേൾക്കുന്ന സന്തോഷമായിരിക്കും. അപ്പൊ അതിനേക്കാളും വലിയ സന്തോഷത്തിന് അവർ സിനിമകളിലേക്ക് പോകും. അതിനേക്കാളും വലിയ സന്തോഷത്തിനല്ലേ അതിനകത്ത് ചെയ്യുന്ന പല തിന്മകളും സ്വയം ചെയ്യാൻ നോക്കും. കള്ളും കഞ്ചാവും സിനായും ഒക്കെ. അപ്പം അവരൊക്കെ ഇങ്ങനെ ആ ഒരു സന്തോഷം അടുത്തടുത്ത ലെവലിൽ തേടുക. നമ്മളോ നമുക്ക് ക്ലാസ് കേൾക്കുമ്പോൾ എനിക്ക് നല്ല സമാധാനമുണ്ട്, എന്നാ പിന്നെ ക്ലാസ് കേട്ടാൽ മതി, അതിനകത്ത് നമ്മൾ അങ്ങോട്ട് സ്റ്റക്ക് ആവണം അല്ലെ. ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് അടുക്കുന്നതിന് ഓരോ ലെവലിനും വേറെ 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 ലെവലിൽ സന്തോഷങ്ങളും സമാധാനങ്ങളും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരു ഹൃദയത്തിന് ശരിയായ ഹാപ്പിനെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഹൃദയം ശരിക്കും മാറി 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 അള്ളാന്റെ മാത്രം അടിമയാകുന്ന ആ ഒരു അവസ്ഥ. ശരിക്കും നമ്മളൊന്നും ഇപ്പോഴും അള്ളാന്റെ മാത്രം അടിമയല്ല. ഇനി എല്ലാം ദുനിയാവിലുള്ള എല്ലാ അറ്റാച്ച്മെന്റ്സും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ഒരു പക്ഷെ നമ്മളൊക്കെ നമ്മുടെ സ്വന്തം നെഫ്സിന്റെ അടിമകളാണ്. പലപ്പോഴും പലപ്പോഴും നമുക്ക് പലതും അറിയാം, പലതിനെയും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ നെഫ്സിന് നമ്മൾ അടിമകളായതുകൊണ്ട്, നെഫ്സിന്റെ ഹൃദയത്തിന്റെ പല രോഗങ്ങൾക്കും നമ്മൾ അടിമകളായതുകൊണ്ട്, ആ കാരണം കൊണ്ട് നമുക്ക് അള്ളാഹുമായിട്ട് ശരിക്കും അടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്.
അപ്പം ഈ രീതിയിൽ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും ആ സന്തോഷം എല്ലാത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മാറി അള്ളാന്റെ മാത്രം അടിമയാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ആ ഹൃദയത്തിന് കെയർ ടേക്കർ പിന്നെ ആരാണ്? അള്ളയാണ് അല്ലെ. അള്ള നോക്കിക്കോളും, എനിക്ക് പ്രശ്നമില്ല അല്ലെ, എന്റെ എല്ലാ ആവശ്യങ്ങളും അള്ള നോക്കിക്കോളും, എനിക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അള്ള ഉണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ ഒരു ഹൃദയം അള്ളാഹ്ക്ക്, അവന്റെ സൃഷ്ടാവിന് പരിപൂർണമായിട്ട് കീഴൊതുങ്ങുകയും ചെയ്യും. വേറെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർക്കൊരു വിഷയം ഉണ്ടാവില്ല അല്ലെ, വേറെ ഒന്നിനും തലകുനിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ദുനിയാവിലെ എന്തൊരു സാധനം മിസ്സായി കഴിഞ്ഞാലും അത് ആഖിറത്തിലെ ഒരു നിമിഷം മിസ്സാക്കുന്ന അത്രയും വിഷമം അങ്ങനെയുള്ള ഹൃദയങ്ങൾക്ക്, ആ ഒരു സന്തോഷം, ആ ലെവലിലുള്ള സമാധാനവും കണ്ടെത്തിയ ഹൃദയങ്ങൾക്ക് ഉണ്ടാവില്ല. ശരിക്കും ഒരു പക്ഷെ നമുക്കൊക്കെ ജസ്റ്റ് സ്വപ്നം കാണാൻ മാത്രമുള്ള ഒരു ലെവലാണ്. നമ്മൾ അതിലേക്കൊന്നും എത്താൻ തുടങ്ങിയിട്ട് പോലും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ ഒരു അവസ്ഥ വെച്ച് പറയട്ടോ. നമ്മളൊക്കെ ശരിക്കും ഇത് സ്വപ്നം കാണണം, അങ്ങനെ ഒരു അവസ്ഥ. അതായത് ദുനിയാവിൽ ഇനി എന്തെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ആഖിറത്തിലെ ഒരു നിമിഷം അള്ളാന്റെ അടുത്തുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നതിനേക്കാളും വലുതൊന്നും അല്ല ഇതൊന്നും എന്നുള്ള ആ ഒരു നിസ്സാരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ഹൃദയം മൂവ് ചെയ്യണം. ഓക്കെ. അപ്പം ആ ഒരു ഹയസ്റ്റ് ഹോപ്പ്, ആ ഒരു ഏറ്റവും കൂടിയ ആ ഒരു പ്ലഷർ അള്ളാഹുവിൽ കാണുന്ന, അതായത് ഇഹത്തിലെയും പരത്തിലെയും, ഇഹത്തിലും ആ ഒരു സന്തോഷം നമുക്ക് കിട്ടണം, പരലോകത്ത് ആ സന്തോഷം കിട്ടണമെങ്കിൽ നമുക്ക് ഇഹലോകത്ത് അത് വേണം. ഓക്കെ. ഇഹലോകത്ത് അത് കുറച്ചെങ്കിലും ടേസ്റ്റ് ചെയ്യുമ്പോഴേ പരലോകത്ത് ആ പ്രതീക്ഷ നമുക്കുള്ളൂ. ഓക്കെ. അപ്പൊ ഒരിക്കലും അള്ളാഹുവിനോട് അടുക്കുന്നതിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന സന്തോഷവും സമാധാനവും കുറച്ച് കിട്ടുമ്പോഴേക്കും ഓക്കെ ഇത് അടിപൊളിയാ, സെറ്റപ്പാണ്, ഇത് മതി എന്നുള്ള ഒരു അവസ്ഥയിൽ ആരും നിന്നു. എപ്പോഴും ക്യൂരിയസ് ആയിരിക്കും, അടുത്ത ലെവൽ ഒരു സന്തോഷമുണ്ട്, ഇനിയും അടുക്കാൻ പറ്റും. ഇനിയും അടുക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഉള്ളത്തെ സംഭവം ക്ലീൻ ആയിക്കൊണ്ടേയിരിക്കണം, ഈമാൻ ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കണം. ഓക്കെ. അപ്പം അത് ആ ഒരു അവസ്ഥ, അള്ളാന്റെ അടുത്ത് അത്രയും പ്ലഷർ ഉണ്ട്, അള്ളാന്റെ അടുത്ത് അത്രയും സന്തോഷം കിട്ടുന്ന ആ ഒരു അവസ്ഥ സുബ്ഹാനല്ലാഹ് നഷ്ടപ്പെടുത്താൻ വേണ്ടി ദുനിയാവിൽ ഒന്നും വേർത്തല്ല. അതുകൊണ്ട് ഹൃദയത്തിന് ഇങ്ങനെ അടുത്ത ലെവൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എഫേർട്ട് ഇടണോ അതൊക്കെ നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കണം. ഓക്കെ. കാരണം സുബ്ഹാനല്ലാഹ് ഹൃദയം സമാധാനത്തിൽ ആവുമ്പോൾ, കാരണം ഹൃദയത്തിനറിയാം എന്താണ് എല്ലാം ഏറ്റവും അൽ ഹക്കീമായ, ഏറ്റവും കാരുണ്യവാനായ റബ്ബാണ് എല്ലാം തീരുമാനിക്കുന്നത്. സോ അത് റബ്ബ് എല്ലാം എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിന്റെ സമയത്ത് ഉദ്ദേശത്തോടു കൂടി ചെയ്തോളും. എന്തെങ്കിലും നടന്നോ, ഞാൻ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തായിട്ട് എന്തെങ്കിലും നടന്നോ, അൽഹംദുലില്ലാഹ് അതെനിക്ക് നല്ലതിനാണ്. ഞാൻ എന്തെങ്കിലും നടന്നില്ലേ ഞാൻ ആഗ്രഹിച്ചത്, അൽഹംദുലില്ലാഹ് എനിക്ക് നല്ലതിനാണ്. ആ ഹൃദയം എന്തായിരിക്കും? വീണ്ടും വീണ്ടും അള്ളാഹുലേക്ക്, എന്തൊക്കെ സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും അള്ളാഹുലേക്ക് ഓടിയെടുക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു ഹൃദയത്തിന് അറിയാം, അള്ളാന്റെ അടുത്ത് ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ അടുത്ത് തവക്കുൽ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹ് നോക്കിക്കോളും, എന്നെ അള്ളാഹ് ഒഴിവാക്കുകയില്ല. അത് അള്ളാഹുൽ മാത്രം ഭരമേൽപ്പിച്ച് സുഖമായിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ ഹൃദയത്തിന്റെ. സുബ്ഹാനല്ലാഹ്. നമുക്കൊക്കെ ഒരു പക്ഷേ അതിന്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് നമ്മളൊക്കെ അറിയുന്നുണ്ടാവും. പക്ഷെ അതല്ല, അതിന് ഇനിയും വേറെ വേറെ ലെവലുകൾ ഉണ്ട്. ഓക്കെ. അത് നമ്മൾ അറിയുക തന്നെ വേണം. നമുക്ക് അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം ദുനിയാവില് എല്ലാ കാര്യങ്ങളും വരും പോവും അല്ലെ. ഒരു സ്വപ്നത്തിൽ നിന്ന് നമ്മൾ എണീക്കുന്നത് പോലെ, നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടാവും അല്ലെ. ആ സ്വപ്നത്തിൽ നിന്ന് എണീക്കുമ്പോൾ ആ സ്വപ്നം എവിടെ? അതുണ്ട്, പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇല്ല അല്ലെ. അത്രയേ ഉള്ളൂ. ദുനിയാവിൽ വരുന്നത് എന്തും പോകുന്നത് എന്തും. ശരിക്കുള്ള റിയാലിറ്റി എവിടെയാണ്? അവിടെ സ്വർഗത്തിലുള്ള ആ ഒരു ജീവിതമാണ് അല്ലെ. അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയ ഹൃദയം ശരിക്കും നല്ല ക്ലാരിറ്റി എൻജോയ് ചെയ്യും. ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യത്തിലും അതങ്ങനെയാണോ, ഇതിങ്ങനെയാണോ, അതങ്ങനെയാവോ, ഇതിങ്ങനെയാവോ, ഞാൻ ചെയ്യുന്നത് ശരിയായിരിക്കും, ആ ഒരു ശരിയാവോ തെറ്റാവോ ക്ലിയർ അല്ല എന്നുള്ള ആ ഒരു ചിന്ത ഈ ഹൃദയത്തിന് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ ഹൃദയം ക്ലാരിറ്റിയിലേക്ക്, ആ ഒരു ക്ലിയർ പിക്ചറിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മൾ റൈറ്റ് പാത്തിലാണെന്ന് മനസ്സിലാക്കുക. പക്ഷെ കൂടുതൽ സംശയങ്ങളിലേക്ക് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നുള്ള ബേജാറിലാണെങ്കിൽ ഇനിയും നമ്മളെ ഹൃദയത്തിന്റെ മേലെ വർക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. അള്ളാഹുലേക്കും ആ ഒരു ഗ്രാൻഡ് ഡെസ്റ്റിനേഷനിലെ പരലോക സ്വർഗത്തിലേക്കുമുള്ള ആ ഒരു യാത്രയിലേക്ക് പോകുന്ന ഹൃദയത്തിന് ഈ പറഞ്ഞ കൺഫ്യൂഷന്റെയും സമാധാനക്കേടിന്റെയും ഒന്നും ആവശ്യമില്ല. എന്നാൽ മറ്റ് ഹൃദയങ്ങളോ അതെപ്പോഴും ഇങ്ങനെ കീറി മുറിഞ്ഞുകൊണ്ടിരിക്കും, എപ്പോഴും സംശയങ്ങളായിരിക്കും. അതല്ലെങ്കിൽ അതിന് ഓരോ സമയത്ത് ഓരോ ഡെസ്റ്റിനേഷൻ ആയിരിക്കും. ഓക്കെ. ഈ അള്ളാനെ തേടുന്ന ഹൃദയത്തിന് എപ്പോഴും സ്വർഗ്ഗമാണ് ഡെസ്റ്റിനേഷൻ എങ്കിൽ, ഈ മറ്റു ഹൃദയങ്ങൾക്ക് ഓരോ സമയത്ത് ഓരോ ഉദ്ദേശങ്ങൾ. അതും കൂടെ കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷമാണെന്ന് വെച്ചാൽ അതിന്റെ പിന്നാലെ കുറെ ഓടും. അത് കഴിയുമ്പോൾ മനസ്സിലാവും ഇതെനിക്ക് സന്തോഷം തന്നിട്ടില്ല അല്ലെ. എന്നിട്ട് പിന്നെ അടുത്തത് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന്റെ പിന്നാലെ ഓടും. അപ്പൊ എപ്പോഴും ആ ഒരു സമാധാനക്കേട്, ഇത് മതിയായിട്ടില്ല എന്നുള്ള ആ ഒരു
എടങ്ങേറ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലേക്ക് നീങ്ങുമ്പോൾ ഓരോ സ്റ്റേജിൽ എത്തുമ്പോഴും ശരിക്കും നമുക്ക് സമാധാനം കിട്ടുക ചെയ്യുന്നത്, അല്ലെ? സന്തോഷം കൂടുക ചെയ്യുന്നത്. ആ സന്തോഷം മതിയാക്കി നമ്മൾ നിർത്തുന്ന പ്രശ്നമേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, കൂടുതൽ കൂടുതൽ സന്തോഷത്തിലേക്ക് ഓടുക. പക്ഷെ ദുന്യാവി ആയിട്ടുള്ള എന്തെങ്കിലും ലക്ഷ്യത്തിന്റെ പിന്നാലെ ഓടുന്നവർക്ക് ഓരോ സ്റ്റേജിൽ എത്തുമ്പോഴും ഇതല്ല, ഇത് പോരാ, അല്ലെ? ഒരു ഇഷ്ടക്കേടോ അല്ലെങ്കിൽ ഒരു തൃപ്തിക്കുറവാണ് ഉണ്ടാവുക. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല അത് ഓടുന്ന അത് ഏതോ ഒരു ഉടമയുടെ പിന്നാലെ, അല്ലെ? ചിലർ പണത്തിന്റെ പിന്നാലെ ആയിരിക്കും, ചിലർ മക്കളെ പിന്നാലെ ആയിരിക്കും, ചിലർ വേറെ, അങ്ങനെ ഓരോന്ന്. അവരുടെ ഓരോ ഉടമകളും ആരുടെ പിന്നാലാണോ ഓടുന്നത് അതൊക്കെ എന്താണ്? കാരുണ്യമില്ലാത്ത ഉടമകളാണ്, അല്ലെ? അള്ളാഹിനെ പോലെ കാരുണ്യമുള്ളവനല്ല, അള്ളാഹിനെ പോലെ സമാധാനം കൊടുക്കാൻ പറ്റുന്നവരല്ല ഇവരൊന്നും. അപ്പൊ അത് ഒരു സമാധാനക്കേടിൽ നിന്ന് വേറൊരു സമാധാനക്കേടിലേക്കാണ് അങ്ങനെയുള്ള ഹൃദയങ്ങൾ പോവുക. സുബ്ഹാനല്ലാഹ്. അപ്പം ആ അള്ളാഹ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഹൃദയം എപ്പോഴും എന്ത് ചെയ്യും? ട്വിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെ? ഒന്നും നന്നാവും പിന്നെയും മോശം, ഒന്നും നന്നാവും പിന്നെയും മോശം, അല്ലെ? അത് മാത്രമല്ല, ഇനിയിപ്പോ അഥവാ എന്താണ് വേറൊരു വഴിക്കാണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി റോങ് വഴിയാണെങ്കിൽ അവർ വേറെ വേറെ പുതിയ പുതിയ സ്ഥലങ്ങളിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കും. അതിന്റെ വേദനകൾ പല പല വഴിക്കും മാറ്റാൻ വേണ്ടി ശ്രമിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നമാണ്, അല്ലെ? എല്ലാ ഹൃദയങ്ങളും പലതരത്തിലുള്ള വേദനകളിലാണ്. ആ ഓരോ വേദനയും മാറ്റാൻ വേണ്ടി ഏറ്റവും റോങ് ആയിട്ടുള്ള എന്ത് സൊല്യൂഷൻ ഉണ്ടോ അതും തേടി നടക്കുന്ന ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാനെ ശരിക്കും ഒരൊറ്റ ഹൃദയത്തിനും അള്ളാനെ കണ്ടെത്തുന്നത് വരെ ശരിയായ സന്തോഷം അനുഭവിക്കാൻ പറ്റൂല. ഇവിടെ കേൾക്കുന്ന ഓരോരുത്തർക്കും ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെയും റബ്ബ് തന്നത് അള്ളാഹ് എന്ന് പറയുന്ന ആ ഒരു റിയാലിറ്റി, ആ ഒരു സത്യത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ എന്തെന്നെ പ്രശ്നം വന്നു കഴിഞ്ഞാലും ഞാൻ സ്വയം തിരുത്തൂല, എന്റെ ഹൃദയം ശുദ്ധിയാക്കൂല, ഞാൻ അള്ളാഹുലേക്ക് തിരിയൂല എന്ന് പറഞ്ഞ് നമ്മൾ എത്രത്തോളം കൊല്ലം നിൽക്കുന്നു അത്രത്തോളം കൊല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിന്റെ ഭാഗമായിട്ട് അള്ളാഹു പരീക്ഷണങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ. അപ്പം ആര് നമ്മളടുത്ത് എന്ത് പ്രശ്നം വന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ, അള്ളാഹുലേക്ക് തിരിയാന്നുള്ളത്. അള്ളാഹുലേക്ക് തിരിഞ്ഞ അള്ളാഹിന്റെ ആ ഒരു പ്രസൻസ് മനസ്സിലാക്കുന്നത് വരെ ഒരു ഹൃദയത്തിനും ഒരു സന്തോഷവും ഒരു സമാധാനവും കാണാൻ പറ്റില്ല. പക്ഷെ തിരിഞ്ഞു തുടങ്ങുമ്പോഴേ ആ സന്തോഷത്തിന്റെ ഓരോ തുള്ളി നമുക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുലേക്ക് തിരിയുമ്പോൾ, അള്ളാഹുലേക്ക് അടുക്കുമ്പോൾ തന്നെ ചെറിയ തോതിൽ സന്തോഷവും സമാധാനവും കിട്ടും. പക്ഷെ പലപ്പോഴും നമുക്കൊക്കെ പറ്റാറെന്ന് വെച്ചാൽ ആ ചെറിയ തോതിലുള്ള സന്തോഷത്തിലും സമാധാനത്തിലും നമ്മൾ അങ്ങ് സ്റ്റക്കാണ്. ഇതുകൊണ്ട് എല്ലാം പണ്ടത്തെ പോലെയേ ഇല്ല, അപ്പൊ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സമാധാനമാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഒഴുക്കിൽ അങ്ങനെ പോലെ അടുത്ത ലെവൽ എന്നുള്ളത് ചിന്തിക്കുന്നേ ഉണ്ടാവില്ല. അത് ഭയങ്കര നഷ്ടമാണ്. ഓക്കെ. എപ്പോഴും നമ്മൾ അള്ളാന്റെ അടുത്തേക്ക് അടുക്കുമ്പോൾ ഇനിയും ഇനിയും എനിക്ക് അടുക്കാൻ ബാക്കിയുണ്ട്, ഓക്കെ, ഇനിയും ഇനിയും ലെവലുകൾ അവിടെ ഉണ്ടെന്നുള്ള നമ്മളെ സ്വപ്നത്തിലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും കാണിച്ചു തന്ന ആ ഒരു ലെവൽ അവിടെ ഉണ്ടായിരിക്കണം. സുബ്ഹാനല്ലാഹ്. ഓക്കെ. അങ്ങനെ നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മളെ ഹൃദയം ചേഞ്ച് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളും അതിലേക്ക് എത്തിക്കോളും. പലപ്പോഴും നമ്മളൊക്കെ പല കാര്യങ്ങളും മാറ്റാൻ ശ്രമിച്ചിട്ട് മാറ്റാൻ പറ്റാണ്ടും, അല്ലെ, ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ട് എനിക്ക് കൺസിസ്റ്റൻസി കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും എല്ലാത്തിന്റെയും റീസൺ എന്താണ്? അവിടെ ഉള്ളിൽ മാറ്റം വന്നു തുടങ്ങിയിട്ടില്ലാത്തതാണ്. നമ്മൾ മാറ്റങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. അത് ചെയ്യാൻ തുടങ്ങി, ഇത് ചെയ്യാൻ തുടങ്ങി, ഒക്കെ ശരിയാണ്. പക്ഷെ ആ ചെയ്യുന്ന സംഭവത്തിന് ഹൃദയത്തിന് ടച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈമാനിന് ഒരു മാറ്റം വരുത്താൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ആ പറഞ്ഞ ഒരു മാറ്റം നമുക്ക് കൺസിസ്റ്റന്റ് ആവില്ല. കുറച്ച് ദിവസം ചെയ്യും, നമ്മൾ വീണ്ടും ഡ്രോപ്പ് ആവും, കുറച്ച് ദിവസം ചെയ്യും, നമ്മൾ വീണ്ടും ഡ്രോപ്പ് ആവും, അല്ലെങ്കിൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും പിന്നെയും ബാക്കോട്ട് പോകും. നന്നായി വന്ന അവസ്ഥയിൽ നിന്ന് പിന്നെയും ബാക്കോട്ട് പോകും. എന്തുകൊണ്ടാണെന്നറിയോ? ഈമാൻ ഇപ്പോഴും ആ ഒരു ഡിസൈഡ് ലെവലിലേക്ക് എത്തിയിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പം ഈമാനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഹദീസിനകത്ത് റെഫർ ചെയ്യുന്നത്. നമ്മൾ ഈമാൻ എത്രത്തോളം നന്നാക്കുന്നു, അല്ലെ, അത് അത്രത്തോളം നമ്മളെ ഹൃദയം നന്നാക്കും. എത്രത്തോളം ഹൃദയം നന്നായോ അത്രത്തോളം നമ്മളുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളും അതിനനുസരിച്ച് പ്രതികരിക്കാൻ തുടങ്ങും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഈ പുറത്തുനിന്നുള്ള ആ ഒരു കറക്റ്റ് ആവല്, നന്നാവല്, ഓക്കെ, അത് എന്തിലാണ്? നമ്മൾ ഉള്ളിലെ ഹൃദയം എത്രത്തോളം നന്നായിട്ടുണ്ടോ അതിനനുസരിച്ചാണ് പുറത്തത്തെ എല്ലാ കാര്യങ്ങളും നന്നാവുക. നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ ശ്രമിക്കുന്ന ഏതൊരു മാറ്റങ്ങളും നമുക്ക് വരുത്താൻ പറ്റപ്പോഴാണെന്നറിയാം, ഉള്ളു നന്നാവുമ്പോഴാണ്. അപ്പൊ നമുക്ക് ഇപ്പോഴും പലതും നന്നാക്കാനും മാറ്റാനും എന്താണ് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ പറയുക, എന്താണ്, എന്റെ ഹൃദയം അവിടേക്ക് എത്തിയിട്ടില്ല, എന്റെ ഈമാൻ അവിടേക്ക് എത്തിയിട്ടില്ല. അപ്പം ഈമാന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ദുആ ചെയ്യും. ഒരുപാട് മാറാനുണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും ഈമാൻ. എപ്പോഴും നമ്മൾ അമലിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈമാൻ എത്രത്തോളം ബെറ്റർ ആവുന്നോ അത്രത്തോളം നമ്മുടെ അമല് ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും. ഈമാനിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുക, പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും.
ഓക്കെ. അപ്പം അത് മാറുമ്പോഴേ ഉള്ളൂ നമ്മളെ ബോഡിയിൽ മറ്റെല്ലാ കാര്യങ്ങൾക്കും അതിനെ ഫോളോ ചെയ്യാനും എല്ലാ കാര്യങ്ങളും കൺസിസ്റ്റന്റ് ആവാനും എല്ലാം എളുപ്പമാവാനും സ്ഥിരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മള് പുറത്തുള്ള അല്ലെ, നമ്മളെ പുറത്ത് ഏതെങ്കിലും തരത്തിൽ നമ്മളെ പ്രവർത്തനങ്ങൾ എവിടെ എത്തുന്നില്ല, അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ മോശമാണ്, അല്ലെങ്കിൽ നമ്മളെ നാവ് സംസാരിക്കുന്നത് എന്തോ ശരിയല്ല എന്നൊക്കെ പറയണ്ടെങ്കിൽ അത് നമ്മൾ ഉള്ളിലുള്ള ഒരു അവസ്ഥയുടെ കാരണമാണ് അത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഓരോരുത്തരും നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്താൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഇത് പറയുന്നത്, ഞാൻ എന്നെ വിലയിരുത്താൻ വേണ്ടിയിട്ട്. എൻ്റെ എന്തെങ്കിലും പുറത്തേക്കുള്ള കാര്യം ഇപ്പോഴും അങ്ങനെ ആയില്ല ഇങ്ങനെ ആയില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളോട് തന്നെ പറയാം, ഹൃദയത്തിന്റെ അവസ്ഥയ്ക്ക് ഇനിയും മാറ്റം വരുത്താനുണ്ട്. ഓക്കെ. അപ്പം എത്രത്തോളം നമ്മൾ അകത്ത അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നോ അത്രത്തോളം പുറത്തെ അവസ്ഥകളും മാറിക്കോളും. ഇനി നമുക്ക് നാവിലേക്ക് പോവാം. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ ഭാഗങ്ങളെയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റും ഏറ്റവും അപകടം നിറഞ്ഞതുമായിട്ടുള്ള ബോഡി പാർട്ടാണ് നാവ്, അല്ലെ? മറ്റെല്ലാ ഭാഗത്തിനും അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ട്. അതിന് ചെയ്യാൻ പറ്റുന്ന ഉപദ്രവത്തിന്, അപകടത്തിന് അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ നാവിന് അതില്ല. സുബ്ഹാനല്ലാഹ്. കണ്ണിന് ശരിക്കും കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ. നമ്മളെ കണ്ണിന് കാണാൻ പറ്റുന്ന പല കാര്യങ്ങൾ, കാണാൻ പറ്റുന്നതിനും പലതിനും ലിമിറ്റേഷൻ, അല്ലെ? നമ്മളെ ചുറ്റുപാടും ഉള്ളത്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് മീഡിയയിലും അതിലും ഇതൊക്കെ കാണാൻ പറ്റുന്നതും അതും അതിനെക്കുറിച്ച് നമുക്ക് കണ്ണുകൊണ്ട് കാണാന്ന് വിചാരിക്കാം. ചെവി കൊണ്ടും അതേപോലെ, ചെവിക്കും ഒരു ലിമിറ്റേഷൻ ഉണ്ട്, അല്ലെ? അതിന് എന്ത് കേൾക്കാൻ പറ്റും അത്രേ ഉള്ളൂ. എഗെയിൻ കാലഘട്ടത്തിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് പലതും പുതിയത് കേൾക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ നാവ് കൊണ്ട് വരുത്തുന്ന പ്രശ്നത്തിന് അത്രയും ഇതൊന്നും വരില്ല. നാവ് കൊണ്ട് നമുക്ക് എന്തും സംസാരിക്കാം, അല്ലെ? ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്തതിനെ കുറിച്ചും നാവ് കൊണ്ട് സംസാരിക്കാറുണ്ട്, അല്ലെ? കണ്ണുകൊണ്ട് കാണാൻ പറ്റാതെ, ഈവൻ മീഡിയയിൽ പോലും കാണാൻ പറ്റാത്തതിനെ കുറിച്ച് പോലും ആളുകൾ നാവ് കൊണ്ട് സംസാരിച്ച് ഫിത്ന ഉണ്ടാക്കാറുണ്ട്, അല്ലെ? സുബ്ഹാനല്ലാഹ്. ഐബിയായി എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് നാവ് കൊണ്ട് സംസാരിച്ചിട്ട് ഫിത്ന ഉണ്ടായിട്ടുണ്ട് ദുനിയാവില്. ഒന്ന് ആലോചിച്ച് നോക്കുക. അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാനും പറ്റൂല, ചെവി കൊണ്ട് കേൾക്കാനും പറ്റൂല, അല്ലെ? പക്ഷെ നാവ് കൊണ്ട് സംസാരിച്ചിട്ടും ആ നാവിന്റെ സംസാരത്തിന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എഴുതുന്നതും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഓൺലൈൻ പബ്ലിഷിങ്ങിനെ കുറിച്ചും, അതായത് വാട്സപ്പിലും അല്ലാതെയൊക്കെ നമ്മൾ എഴുതി വിടുന്നതും കൂടെ അതിനകത്ത് പെട്ടു. അതിന് ഒരു കണക്കുമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഗ്ലോബലി എല്ലാ സ്ഥലത്തും എത്താൻ അത്രയും സ്കോപ്പുള്ള സാധനമാണ്. അപ്പൊ നമ്മളുടെയൊക്കെ മിക്ക തിന്മകളുടെയും കാരണം നമ്മളുടെ നാവാണ്, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പല ഹദീസുകളുണ്ട്. നമുക്ക് ഓരോ ഹദീസുകളിലൂടെ കടന്നു പോകാം. തിർമിദി റിപ്പോർട്ട് ചെയ്ത് അൽബാനി സ്വഹീഹാക്കിയ ഒരു ഹദീസിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, വഹൽ യകുബ്ബുൻ നാസ ഫിന്നാരി അലാ വുജൂഹിഹിം ഔ അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം. മനുഷ്യന്മാരെ നരകത്തിലേക്ക് അവന്റെ മുഖം കുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ മൂക്ക് കുത്തിക്കൊണ്ട് വീഴാൻ വീഴ്ത്തുന്ന വേറെ എന്തെങ്കിലും ഉണ്ടോ എന്തിനേക്കാളും? അതായത് അവന്റെ നാവ് ഹാർവെസ്റ്റ് ചെയ്ത്, നാവ് സമ്പാദിച്ചുണ്ടാക്കിയതിനേക്കാൾ. അപ്പം മനുഷ്യന്മാരെ നരകത്തിലേക്ക് എറിയാൻ ഏറ്റവും കൂടുതൽ കാരണമായിട്ടുള്ള ഒരു കാര്യമാണ് നാവ്, അല്ലെ? മറ്റൊരു ഹദീസിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ തിർമിദി റിപ്പോർട്ട് ചെയ്ത് അൽബാനി സ്വഹീഹാക്കി മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, അക്സറു മാ യുദ്ഖിലുൻ നാസ നാറ അൽഫമു വൽ ഫർജു, അല്ലെ? മനുഷ്യന്മാരെ ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് ഇടുന്നത് ഒന്നെങ്കിൽ വായ്, അല്ലെ, നാവ്, അതല്ലെങ്കിൽ ഗുഹ്യഭാഗം ആണ്. ഇനി മറ്റൊരു ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയണ്ടായി, അതായത് ഞാൻ ഏറ്റവും ഫേം ആയിട്ട് ഓൺ ചെയ്യേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കുൽ റബ്ബി അല്ലാഹു സുമ്മസ്തഖിം. നീ അള്ളാഹു ആണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞിട്ട് നീ അതിൽ എന്താണ് സ്റ്റേൺ ആയിട്ട്, സ്റ്റെഡ് ഫാസ്റ്റ് ആയിട്ട് ഇസ്തിഖാമത്തോട് കൂടി നിലനിൽക്കുക. അപ്പൊ ചോദിക്കും, നബിയെ എന്താണ് ഞാൻ ഏറ്റവും കൂടുതൽ, എന്താണ് നബി എന്നെ കുറിച്ച്, എന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്? അപ്പൊ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവ് പിടിച്ചിട്ട് ഇത് എന്ന് പറയും, അല്ലെ? ഫഅഖദ ബിലിസാനി നഫ്സിഹി തുമ്മ ഖാല ഹദാ, ഇതാണെന്ന് പറയും. അപ്പം അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവിനെ കുറിച്ച് നമ്മളെ പറഞ്ഞ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇത് ഈ പറഞ്ഞ ഹദീസ് തിർമിദി റിപ്പോർട്ട് ചെയ്ത് അൽബാനി സ്വഹീഹാക്കിയത് തന്നെയാണ്. ഈ ഓരോ ഹദീസുകളും നമ്മളെ പോയിന്റ് ചെയ്യുന്നത് നമ്മളുടെ നാവിന്റെ, അല്ലെ, കൺട്രോൾ ഇല്ലാതെ
ഉത്തരവാദിത്തമില്ലാതെ ഉള്ള നമ്മളുടെ സംസാരങ്ങൾ. അത് എത്രത്തോളം വലിയ ഡാമേജ് ആണ് നമ്മളെ വിശ്വാസത്തിനും നമ്മളും അള്ളയായിട്ടുള്ള ബന്ധത്തിനും ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ശരിക്കും നമ്മളും അള്ളയായിട്ടുള്ള ബന്ധത്തിന് നമ്മൾ നാവുകൊണ്ട് പറയുന്നത് എങ്ങനെയാ ബാധിക്കുക? പല രീതിയിൽ അത് ബാധിക്കും അല്ലെ? സുബ്ഹാനല്ലാഹ്. ഞാൻ മുമ്പേത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോന്ന് ഓർമ്മയില്ല. അതായത് ശരിക്കും നമ്മൾ നാവ് കൊണ്ട് പറയുന്ന ഓരോ തെറ്റായ കാര്യങ്ങളും ഉറപ്പായിട്ടും തിന്മകള് ഹൃദയത്തിന്റെ കറുത്ത പുള്ളികളാണ് അല്ലെ? അപ്പം ഹൃദയം ഇങ്ങനെ അങ്ങനത്തെ ഓരോ കറുത്ത പുള്ളി വരുമ്പോഴും ഹൃദയം അശുദ്ധിയായി കൊണ്ടേയിരിക്കുകയാണ് അല്ലെ? ഞാൻ നമ്മളെ അൽബക്ര കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ആമിന റസൂലിന്റെ ഭാഗത്ത് ഹൃദയത്തിന്റെ ആ ഒരു അക്കൗണ്ടിങ് പറഞ്ഞ ഹിസാബിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ നമ്മളെ ഹൃദയത്തിന്റെ മേലെ ഹൃദയം കൊണ്ട് ചിന്തിച്ചതിന് പോലും ഹിസാബ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഹൃദയം കൊണ്ട് നമ്മൾ ചെയ്ത തെറ്റുകൾ പലപ്പോഴും നമ്മൾ അള്ളാഹിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മളും അള്ളാഹും തമ്മിലുള്ള ഒരു പ്രതിബദ്ധാവാണ് അല്ലെ? പലപ്പോഴും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അള്ളാഹിന്റെ കലാം കേൾക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തതും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ പറ്റാത്തതും ഒക്കെയും നമ്മളെ ഹൃദയം ക്ലീൻ അല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ നാവ് കൊണ്ട് നമ്മൾ ചെയ്തു വെച്ച തിന്മകള് നമ്മളെ ഹൃദയത്തിന്റെ മേലെ കറുത്ത പുള്ളികളാകുമ്പോൾ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ ഖുദ്ദൂസായ സുബ്ഹായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ക്ലീൻ അല്ലാത്ത നമ്മൾ അല്ലെ, ഉളു എടുത്ത ബാഹ്യമായിട്ടുള്ള എല്ലാ ക്ലീൻലിനെസ്സും വരുത്തിയിട്ട് ആന്തരികമായിട്ട് കറുത്ത ഹൃദയം കൊണ്ട് ചെന്ന് നിൽക്കുമ്പോൾ എങ്ങനെയാ നമുക്ക് അള്ളാഹിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുക? അങ്ങനെ ഓരോ പ്രാവശ്യവും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ ഓരോ പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ അവരെ മൈൻഡ് ചെയ്യാണ്ട് തിരിഞ്ഞു നിന്ന് നാലാമത്തെ പ്രാവശ്യം കാണുമ്പോൾ അവർക്ക് നമ്മളോട് ഒരു ഇഷ്ടം ഉണ്ടാവുമോ? അവരും നമ്മളും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല അല്ലെ? അപ്പം നമ്മൾ നാവ് കൊണ്ട് വരുത്തി തീർക്കുന്ന കൺട്രോൾ ഇല്ലാത്ത ഉത്തരവാദിത്തമില്ലാത്ത പല സംസാരങ്ങളും സുബ്ഹാനല്ലാഹ് നമ്മളുടെ ഈമാനിനെ ബാധിക്കാണ്, നമ്മളെ ഹൃദയത്തിനെ ബാധിക്കാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നമ്മളെ ബന്ധത്തിനെ ബാധിക്കാണ്. അപ്പൊ നമ്മൾ തന്നെ നമ്മളോട് ചോദിച്ചു നോക്കുക, ചിന്തിച്ചു നോക്കുക. അള്ളാഹുമായിട്ട് നമ്മളെ ബന്ധത്തിനെ ബാധിക്കാൻ മാത്രം അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ അള്ളാഹ് നമ്മളെ മൈൻഡ് ചെയ്യാതിരിക്കാനും നമ്മൾ അള്ളാഹിനെ നമുക്ക് അള്ളാഹിനെ മൈൻഡ് ചെയ്യാൻ പറ്റാതിരിക്കാനും മാത്രം വേർത്തായ എന്ത് കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? ഓരോ പ്രാവശ്യം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നതിന്റെ മുമ്പും ഓരോ കാര്യങ്ങളും നമ്മൾ പറയുമ്പോഴും നമ്മൾ ചിന്തിക്കുക, ഇത് വേർത്താണോ? ഞാനും അള്ളയും തമ്മിലുള്ള ബന്ധത്തിന് ഒരു തടസ്സമിടാൻ മാത്രം വേർത്തായിട്ടുള്ള ഒരു കാര്യമാണോ ഞാൻ ഈ സംസാരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. ശരിക്കും അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും പലതും മിണ്ടാൻ തന്നെ പറ്റൂല അല്ലെ? ഓരോ രണ്ട് വക്തിനിടയിൽ നമ്മൾ പറഞ്ഞു കൂട്ടുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെ പലപ്പോഴും ഈ ഒരു കാര്യം പറഞ്ഞ് ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. സിൽസില സഹീഹയിൽ വന്ന ഒരു ഹദീസിനകത്ത് അഖ്ബ ഇബ്നു അമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന പല ഉപദേശങ്ങളുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, നീയുമായിട്ട് കുടുംബ ബന്ധം കട്ട് ചെയ്തവരെ നീ കാരുണ്യം കാണിക്കുക, നിന്നെ നിഷേധിച്ചവർക്ക് നീ ധാരാളമായിട്ട് കൊടുക്കുക, നിന്നോട് തെറ്റ് ചെയ്തവർക്ക് നീ പുറത്തു കൊടുക്കുക. വീണ്ടും ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നപ്പോൾ അഖ്ബയുടെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിന്റെ നാവ് നീ കൺട്രോൾ ചെയ്യുക, നിന്റെ തിന്മകളുടെ കാര്യത്തിൽ നീ പൊട്ടിക്കരയുക, നിന്റെ വീട് നിനക്ക് മതിയായതാവട്ടെ. വീണ്ടും അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കും, എനിക്ക് തൗറാത്തിലും ഇഞ്ചീലിലും സബൂർ ഇറങ്ങിയിട്ടില്ലാത്ത ഒരു സൂറത്തുകളെ കുറിച്ച് പറഞ്ഞു തരട്ടെ. നിന്റെ ഒരു രാത്രിയും ഈ സൂറത്തുകൾ ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഇല്ലാതെ കടന്നുപോകരുത്. ഇതൊരു ഹദീസാണ്. ഓക്കെ, അപ്പം ഇവിടെയൊക്കെയും നാവിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. സഹാബാക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലെ, സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളടുത്ത് എത്രമാത്രം പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ വ്യർത്ഥമായ സംസാരത്തിൽ എത്രമാത്രം സമയമാണ് കളയുന്നത് അല്ലെ? നമ്മൾ ആരെങ്കിലും വേറൊരാൾ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചിട്ട് ആ കാര്യം പറഞ്ഞ് അല്ലെ, ആ കൺവേ ചെയ്യാനുള്ള കാര്യം പറഞ്ഞു വെക്കുന്ന ഒരു ശീലമുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ ഹയർ. പക്ഷെ നമ്മൾ പറഞ്ഞ് പലതും പറയൂലേ. ആ ഓരോ വാക്കുകളും സുബ്ഹാനല്ലാഹ്, അത് ഓരോ വാക്കുകളും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഇത് പ്രകാരം നമ്മളെ ഹൃദയത്തിന് മുകളിൽ കറുത്ത പുള്ളി ആവുന്ന കാര്യമാണെങ്കിൽ, അടുത്ത വക്ത് നമസ്കരിക്കുമ്പോൾ നമ്മൾ അത്രയും അശുദ്ധമായിട്ടാണ് അള്ളാഹിന്റെ അടുത്ത് മുമ്പിൽ ചെന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെ, അള്ളാഹും നമ്മളുമായിട്ടുള്ള കണക്ഷൻ അവിടെ കട്ടാവാൻ ഒരു കാരണമാണെങ്കിൽ, അത് നമ്മൾ തൗബ ചെയ്ത് മടങ്ങാതെ വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് ചെല്ലുമ്പോൾ വീണ്ടും നമ്മളും അള്ളാഹും തമ്മിലുള്ള കണക്ഷൻ കട്ടാവാനുള്ള ഒരു കാരണമാണെങ്കിൽ, അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് അടുക്കാൻ അത്രയും പ്രയാസമായി മാറുകയാണെങ്കിൽ ഈ പറഞ്ഞ സംസാരത്തിന് എന്ത് വേർത്താ ഉള്ളത്? എന്ത് കാര്യമുള്ള സംസാരമാണ് നമ്മളൊക്കെ സംസാരിക്കുന്നത് അല്ലെ? സുബ്ഹാനല്ലാഹ്. എന്നാൽ വളരെ കാര്യമുള്ള കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അല്ലെ,
നല്ലതാണ്, ഖനമുള്ളതാണെങ്കിൽ അത് നമ്മൾ അള്ളാഹുലേക്ക് കൂടുതൽ കൂടുതൽ, സ്വർഗത്തിലേക്ക് നമ്മളെ കൂടുതൽ കൂടുതൽ അടുപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ സംസാരിക്കുന്ന സംസാരത്തിന് അതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കുക എന്ന് അറിയാത്ത സാഹചര്യത്തിൽ എപ്പോഴും മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ, മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അൽബാനി ഹസനാക്കിയിട്ടുള്ള ഒരു ഹദീസിനകത്ത് പ്രകാരം പറയുന്നുണ്ട്, قال إنك لم تزل سالما ما سكت فإذا تكلمت كتب لك أو عليك. അതായത് നീ നിശബ്ദനായിരിക്കുന്നിടത്തോളം കാലം ആണ്, പക്ഷെ നീ സംസാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ നിനക്ക് ഫേവറായിട്ട് അല്ലെങ്കിൽ നിനക്ക് എതിരായിട്ട് എഴുതപ്പെടും. എപ്പോഴും അല്ലെ, നമുക്ക് ഓരോരുത്തർക്കും ഒരു 99.9% സാഹചര്യങ്ങളിലും സംസാരിക്കാനും സംസാരിക്കാതിരിക്കാനുള്ള ചോയ്സ് നമുക്കുണ്ട് അല്ലെ. ചോയ്സ് ഇല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ വളരെ കുറച്ചേ ചെന്ന് പെടാറുള്ളൂ. യെസ്, ഞാൻ സംസാരിക്കണ്ടെന്ന് തീരുമാനിച്ചാൽ സംസാരിക്കാതിരിക്കാനുള്ള ചോയ്സ് നമുക്ക് അവിടെ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ സംസാരിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ആ സംസാരം കൊണ്ട് ഗുണം ഉണ്ടാവോ ദോഷം ഉണ്ടാവോ എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കണം. അത് ദോഷം ഉണ്ടാക്കുന്ന ഉറപ്പുള്ള കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ പ്രയോജനമില്ലാത്ത ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇത് രണ്ടും ഡിഫറെന്റ് ആട്ടോ. ദോഷം ഉണ്ടാക്കുന്നത് ഡിഫറെന്റ് ആണ്, പ്രയോജനം ഉണ്ടാക്കൂല എന്നുള്ളത് ഡിഫറെന്റ്. കാരണം പലപ്പോഴും നമ്മൾ പറയുന്ന ചില സംസാരങ്ങൾ അതിലിപ്പോ എന്താ അത്ര തെറ്റ് നമുക്ക് തോന്നും, പക്ഷെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല കാര്യമായിരിക്കും. അത് പറഞ്ഞില്ല എന്ന് വെച്ചിട്ട് ആകാശം ഇടിഞ്ഞ് വീഴാനൊന്നും അവിടെ ഉണ്ടാവില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാതിരിക്കലാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ സംസാരം കൺട്രോൾ ചെയ്യുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അള്ളാഹിന്റെ സംരക്ഷണത്തിലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അൽബാനി ഹസനാക്കി മറ്റൊരു ഹദീസിനകത്ത് ഇപ്രകാരം പറയുന്നുണ്ട്, ഖാല മൻ ഖസന ലിസാനഹു സതറല്ലാഹു ഔറതഹു. ആര് അവന്റെ നാവിനെ കൺട്രോൾ ചെയ്യുന്നു അവന് അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ എന്താണ് ഔറത്തിനെ അള്ളാഹു മറച്ചു വെക്കുന്നു. അതായത് അവന്റെ തിന്മകളെ അള്ളാഹു സുബ്ഹാനഹു തആല മറയ്ക്കും. വമൻ കഫ ഗദബഹു കഫല്ലാഹു അൻഹു അദാബഹു യൗമൽ ഖിയാമ. ആര് അവന്റെ ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യുന്നു അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ശിക്ഷയെ യൗമൽ ഖിയാമയിൽ അള്ളാഹു കൺട്രോൾ ചെയ്യും. വമൻ അഅ്തദറ ഇലല്ലാഹി അസ്സ വജൽ ഖബില ഉസ്റഹു. ആര് അള്ളാഹുവിന്റെ അടുത്ത് പാപമോചനം തേടുന്നു അള്ളാഹു അവന്റെ പാപമോചനം സ്വീകരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇതിനകത്ത് ഓരോ കാര്യങ്ങളും അല്ലെ, നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പിനും അതിന് കണക്കായ പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. ദേഷ്യം കൺട്രോൾ ചെയ്യുന്നവന് അള്ളാഹു അവന്റെ മേലുള്ള ദേഷ്യം കൺട്രോൾ ചെയ്യും. ആര് അനാവശ്യമായിട്ട് സംസാരിക്കാൻ മറ്റുള്ളവരെ കുറിച്ചല്ലേ ദോഷം ഉണ്ടാക്കുന്ന കാര്യം സംസാരിക്കുന്നില്ലയോ തിന്മകള് അള്ളാഹു സുബ്ഹാനഹു തആല മറച്ചു വെക്കും. സുബ്ഹാനല്ലാഹ്. അവന്റെ ഇഹത്തിലും പരത്തിലും അവന് തിന്മകൾ മറച്ചു വെക്കാൻ അത് കാരണമാവും. ആര് ഒരു തെറ്റ് ചെയ്തതിനു ശേഷം അള്ളാഹുലേക്ക് മടങ്ങുന്നോ പാപമോചനം തേടുന്നുവോ അവന് അള്ളാഹു പുറത്തു കൊടുക്കും. ശരിക്കും ഇതൊക്കെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, അതിൽ പുതുമയുള്ള ഒന്നുമില്ല, എന്നാൽ പോലും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളുമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഹദീസിൽ പറഞ്ഞതുപോലെ ഇതിന്റെ ഓപ്പോസിറ്റും ശരിയാണ് കേട്ടോ. ആര് മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവ്സും ചീത്ത കാര്യങ്ങളും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുവോ അവർക്ക് വളരെ ഒരുപാട് വൈകാതെ തിരിച്ച് അവർക്കും അവരുടെ മിസ്റ്റേക്സും വെളിപ്പെടുത്തുന്നതായിട്ടും കാണാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ പരലോകത്തെ കുറിച്ചല്ലേ ഈമാനുള്ള ആളുകളാണെങ്കിൽ, പരലോകത്തിലെ ചോദ്യത്തിനെ കുറിച്ച് ബേജാറുള്ള, അതെങ്ങനെ ബേജാറ് വരെ യഖീനുണ്ടെങ്കിൽ അല്ലെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ എഴുതുന്നതും പറയുന്നതും നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് കാണണം, നമ്മൾ ചിന്തിക്കണം. ശരിക്കും ഒരു സെന്റൻസിന് പോലും നമ്മളുടെ ആഖിറത്തിന് ഒരു വലിയ ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും. ജസ്റ്റ് ഒരു സെന്റൻസ്. നമ്മളൊക്കെ വായ തുറന്നാൽ എത്ര സെന്റൻസ് പറയുമ്പോഴാണ് നിർത്താറല്ലേ. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊക്കെ സംസാരിക്കാൻ തുടങ്ങിയ ഫോണിലാണെങ്കിലും ചാറ്റിലാണെങ്കിലും വോയിസ് മെസ്സേജിലാണെങ്കിലും എത്ര സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക, എത്ര കാര്യങ്ങൾ പറയുമ്പോഴാണ്. ഞാനും നിങ്ങളും കേട്ടോ, ഇവിടെ ആരെയും ഒറ്റപ്പെടുത്തിയിട്ട് സംസാരിക്കില്ല. അപ്പം ഒരു സെന്റൻസ് പോലും ഡിഫറൻസ് ഉണ്ടാക്കും നമുക്ക് ശരിയായ രീതിയിൽ യൗമുൽ ഖിയാമയെ കുറിച്ചുള്ള യഖീൻ ഉണ്ടെങ്കിൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് തിർമിദിയിൽ വന്ന അൽബാനി സ്വഹീഹാക്കി മറ്റൊരു ഹദീസിനകത്ത് ഇപ്രകാരം പറയുന്നുണ്ട്, ഇന്ന അഹദകും ലിയതകല്ലമു ബിൽ കലിമതി മിൻ റിദ്വാനില്ലാഹി മാ യظن അൻ തുബ്ലുഗ മാ ബലഗത് ഫയക്തുബുല്ലാഹു ലഹു ബിഹാ റിദ്വാനഹു ഇലാ യൗമി യൽഖാഹ്. അതായത് ഒരാള് ഒരു വേർഡ്, ഓക്കെ, ഒരു വാക്ക് അള്ളാഹ്ക്ക് തൃപ്തിയുള്ളത് സംസാരിക്കുകയാണ്. ആൻഡ് അവന് അതിനെക്കുറിച്ച് ഭയങ്കര ഇത് ഇത്രയ്ക്ക് അള്ളാഹ്ക്ക് തൃപ്തിയുള്ളതെന്നൊന്നും ചിന്തിക്കുന്ന പോലും ഇല്ല, അങ്ങനെ സംസാരിക്കുകയാണ്. പക്ഷെ അള്ളാഹു അതിൽ തൃപ്തനായിരിക്കുമ്പം അള്ളാഹു ആ തൃപ്തി അവനെ കണ്ടുമുട്ടുന്ന ദിവസം വരെ എഴുതി വെക്കാണ്. സുബ്ഹാനല്ലാഹ്.
അതായത് ഒരു വാക്ക് അള്ളാഹ് തൃപ്തിയുള്ളത് നമ്മൾ സംസാരിക്കുമ്പോൾ, ഓക്കെ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് സംസാരിക്കുമ്പോൾ അള്ളാഹു തീരുമാനിക്കുകയാണ് അവനെ ഞാൻ കണ്ടുമുട്ടുന്നത് വരെ അവൻ എന്റെ തൃപ്തിയിലായിരിക്കാണ് ആ ഒരു വാക്കുകൊണ്ട്. ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞല്ലേ, നമ്മളെ ഒരു സെന്റൻസ് പോലും വലിയ ഡിഫറൻസ് ആണ് ഉണ്ടാക്കാന്ന്. ഈ ഹദീസിന്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്. ഇന്ന അഹദക്കും ലയതകല്ലമു ബിൽ കലിമതി മിൻ സഖതില്ലാഹ് മാ യദുന്നു അൻ തുബ്ലഗ മാ ബലഗത് ഫയക്തുബുല്ലാഹു അലൈഹി ബിഹാ സഖതഹു ഇലാ യൗമി യൽഖാ. നിങ്ങൾ ഒരാള് ഒരു വാക്ക് അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്തത്, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് സംസാരിക്കുമ്പോൾ, ഇവിടെയും എന്താണ് സംസാരിച്ചതെന്ന് ചിന്തിക്കാതെയും ഭയങ്കര മോശപ്പെട്ട കാര്യമാണെന്നൊന്നും അറിയാതെയൊക്കെ ആയിരിക്കും പറഞ്ഞു പോണത്, ഒരുപാട് ചിന്തിച്ചിട്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ അതൃപ്തി ആ വ്യക്തിയുമായിട്ടും അവൻ മീറ്റ് ചെയ്യുന്നത് വരെ, ഓക്കെ, ഇലാ യൗമി യൽഖാ, അവനെ കണ്ടുമുട്ടുന്നത് വരെ അള്ളാഹു എഴുതി വെക്കും. ഒന്ന് ആലോചിച്ചൊക്കെ, നമ്മൾ പറയുന്ന ഓരോ അള്ളാഹ്ക്ക് അതൃപ്തിയുള്ള വാക്കുകളും അള്ളാഹ് എഴുതി വെക്കാണ്. ഞാൻ ഇവനെ കാണുന്ന ദിവസം വരെ ഈ വാക്ക് കാരണം എന്റെ അതൃപ്തി ഇവനുണ്ടെന്ന്. അള്ളാഹിന്റെ ദേഷ്യം, അള്ളാഹിന്റെ വെറുപ്പ്. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം നമ്മൾ പറയുന്ന മൊത്തം വാക്കുകൾ, നമ്മൾ സംസാരിക്കുന്ന മൊത്തം കാര്യങ്ങൾ എടുത്തു നോക്കുക. ഒരു 100 വാക്ക് അള്ളാഹ്ക്ക് അതൃപ്തി ഉള്ളതുണ്ടെങ്കിൽ ഈ 100 വാക്കും അള്ളാഹു നമ്മളെ കണ്ടുമുട്ടുന്ന ദിവസം വരെ അള്ളാഹു എന്താക്കാണ്, എന്റെ അതൃപ്തിയായിട്ട്, ഇവനോടുള്ള എന്റെ അതൃപ്തിയായിട്ട് എഴുതി വെക്കാന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം ഹെവി ആയിട്ടുള്ള നല്ല വാക്കുകൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളത് അല്ലെ. നല്ല വാക്കുകളിൽ ഏറ്റവും കൂടുതൽ എന്തായിരിക്കും? അള്ളാഹിനെ കുറിച്ച് ഓർക്കുക, അള്ളാഹിനെ കുറിച്ച് അല്ലെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, ഖുർആനെ കുറിച്ച് സംസാരിക്കുക, ദിക്റിലായിരിക്കുക. അതൊക്കെ അള്ളാഹ്ക്ക് തൃപ്തിയുള്ള കാര്യങ്ങളാ അല്ലെ. അപ്പം എത്രത്തോളം നമ്മൾ തൃപ്തിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു അത്രത്തോളം അതിന്റെ കനം അള്ളാഹ് നമ്മളെ കണ്ടുമുട്ടുന്നത് വരെ നമ്മൾ അള്ളാഹിന്റെ തൃപ്തിയിലായിരിക്കാൻ കാരണമാവാണ്. സുബ്ഹാനല്ലാഹ്. ശ്രദ്ധിക്കാനുണ്ടല്ലേ ഒരുപാട്. ഇനി ഹൃദയവും നാവും തമ്മിലുള്ള കണക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഈ ഒരു ഹദീസിന്റെ ഭാഗമായിട്ട് പറയാണ്. നമുക്കറിയാം ഹാർട്ടും ടങ്ങും, നാവും ഹൃദയവും ഭയങ്കര ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ആണല്ലേ. അത് ഭയങ്കര കണക്ഷനാണ്, ഒന്നൊന്നിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ആ ക്രുക്കഡ്നെസ്, വളവൊക്കെ ശരിക്കും നാവിലൂടെ നമുക്ക് പ്രകടമാകുന്ന ഒരു കാര്യമാണ് അല്ലെ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ദഅവ അദ്ദഅവ അൽ ദവ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഹൃദയത്തിനുള്ളത് എന്താന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നാവിന്റെ ചലനങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കാരണം അത് ഹൃദയത്തിലുള്ളതിനെ വെളിവാക്കുന്ന കാര്യമാണ്. അതൊരു വ്യക്തി വെളിവാക്കാൻ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും, ഓക്കെ, അയാൾ മനഃപൂർവ്വം വെളിവാക്കാൻ ഉദ്ദേശിക്കാതെ മറച്ചു വെച്ച് സംസാരിച്ചാൽ പോലും അയാളുടെ ഹൃദയത്തിലുള്ളത് എന്താന്ന് അറിയണമെങ്കിൽ നാവിന്റെ അനക്കം ശ്രദ്ധിച്ചാൽ മതി. യഹ്യ ഇബ്ൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഈ ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അദ്ദേഹം പറയുന്നു, ഹൃദയം എന്ന് പറയുന്നത് തിളയ്ക്കുന്ന ഒരു പോട്ട് പോലെ, അതായത് ഒരു കുടത്തിനകത്ത് എന്തോ ഇട്ടിട്ട് അത് തിളയ്ക്കുന്നത് പോലെയാണ്. ആൻഡ് നാവെന്ന് പറയുന്നത് അതിന്റെ സ്പൂണ് പോലെയാണ്. ഓക്കെ, ഒരു കുടത്തിനകത്ത് എന്തോ സാധനം ഇട്ട് തിളയ്ക്കുന്നെന്ന് വിചാരിക്കുക, അതാണ് ഹൃദയം. നാവെന്ന് പറയുന്നത് അതിന്റെ സ്പൂണ് പോലെയാണ്. അപ്പൊ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും അവരുടെ നാവ് ഈ ഇതിനകത്തുള്ള കുടത്തിനകത്തുള്ളതിനെ സ്കൂപ്പ് ചെയ്ത് സ്പൂണിൽ ഇങ്ങനെ കോരി എടുക്കുകയല്ലേ ചെയ്യുക. അപ്പം അതിനകത്ത് സ്വീറ്റ്നെസ്, മധുരം ഉള്ളതാണ് തിളയ്ക്കുന്നതെങ്കിൽ മധുരം കോരി ഒഴിക്കുന്നത് കാണാം ആര്? നാവ് അല്ലെ. കയ്പുള്ളതാണ് തിളയ്ക്കുന്നതെങ്കിൽ കയ്പുള്ളത് നാവ് കോരി ഒഴിക്കും അല്ലെ. എന്താണ് പുളിയുള്ളതാണെങ്കിൽ പുളിയുള്ളത് നാവ് കോരി ഒഴിക്കും. അപ്പം ഈ നാവ് എന്താണോ പറയുന്നത് അത് ഹൃദയത്തിന്റെ അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും നമുക്ക് ഒരു ഭക്ഷണം വിളമ്പി വെച്ച് കഴിഞ്ഞാൽ അല്ലെ, തന്നു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ്, അത് നമ്മൾ വായിൽ വെച്ച് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിനകത്ത്, നമുക്ക് ഒട്ടും അറിയാത്ത ഒരു ഭക്ഷണമാണെങ്കിൽ പോലും ഇതിനകത്ത് ഇന്ന സാധനങ്ങളൊക്കെയാണ് ഇട്ടിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. സുബ്ഹാനല്ലാഹ്. അതുപോലെയാണ് ഒരാളുടെ നാവിനെ നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ, അയാൾ ആ ഡിഷിൽ എന്ത് ഇൻഗ്രീഡിയന്റ് ആയിട്ടെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. അത് എത്രത്തോളം നമുക്ക് സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു തആലയോടും അല്ലെ, നമ്മൾ ഇന്നലത്തെ ഖുർആന്റെ ആയത്തിന്റെ ബാക്കിയായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എത്രത്തോളം ബസറും ലുബും ഉണ്ടോ അത്രത്തോളം നമുക്ക് ഇതിനകത്ത് എന്താ ഇൻഗ്രീഡിയന്റ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പം നാവിലൂടെ എന്താണോ പുറത്തു വരുന്നത് അതിലൂടെ ഹൃദയത്തിനകത്ത് എന്താണോ തിളയ്ക്കുന്നത് എന്ന് അറിയാൻ പറ്റുന്ന ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു എഴുത്തിൽ അവിടെ എഴുതി വെച്ചതായിട്ട് നമ്മൾ പറഞ്ഞത്.
അപ്പം ഹൃദയത്തിനകത്ത് നമ്മൾ കൺസീൽ ചെയ്ത് വെച്ചിട്ടുള്ള, ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള എന്തൊരു സാധനമാണെങ്കിലും അത് പുറത്തേക്ക് വരും. ശരിക്കും ഇതിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ഹദീസാണ് നമ്മൾ ആയത്താണ് ലില്ലാഹി മാഫി സമാവാതി വമാഫിൽ അർദിൽ നമ്മൾ കണ്ടത് അല്ലെ. അള്ളാഹു ഹൃദയത്തിലുള്ളതിന് അത് നീ മറച്ചു വെച്ചാലും പുറത്തേക്ക് കൊണ്ടുവന്നാലും ഹിസാബ് ചെയ്യുന്നു. അപ്പൊ അവിടെ തന്നെ അതിന് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നാവിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമേ ശരിക്കും ഇല്ല. പക്ഷേ അപ്പോഴും നമ്മൾ ഹൃദയത്തിനകത്ത് മറച്ചു വെച്ച് കഴിഞ്ഞാൽ അല്ലെ, നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാതെ മറച്ചു വെച്ച് കഴിഞ്ഞാലും അത് നാവിലൂടെ എന്തായാലും അത് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. ഓക്കെ, അപ്പം നാവ് ഏറ്റവും വലിയ ഇൻഡിക്കേറ്റർ ആണ് എന്തിന്റെ, ഹൃദയത്തിന്റെ അവസ്ഥ. ശരിക്കും നമുക്കൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിനോട് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ കുറേ ആളുകളുടെ അടുത്ത് സംസാരിക്കും അല്ലെ. അത് നാച്ചുറലി നമ്മളെ അടുത്ത് ആരും പ്രഷറൈസ് ചെയ്യുകയും പുഷ് ചെയ്യൊന്നും വേണ്ട, നമ്മളെ നാവിലൂടെ അതിങ്ങനെ ഒരു എഫേർട്ട് ഇല്ലാതെ പുറത്തേക്ക് വരും. ഓരോ വ്യക്തിയും നമുക്കിങ്ങനെ കുറെ നാൾ അവർ സംസാരിച്ചൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം അവരുടെ മെയിൻ എന്താണ്, അവർക്ക് കൂടുതൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് അവർ സംസാരം വാച്ച് ചെയ്താൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അപ്പൊ ചിലർക്ക് കാറ്, സ്പോർട്സ്, ഫാഷൻ, സിനിമ അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ആളുകൾ അവർ സംസാരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് അത് സംസാരിക്കാനുള്ള ഒരു ചാൻസ്, അല്ലെങ്കിൽ അത് സംസാരിച്ചിട്ട് കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർ തപ്പി പോകുന്നവരായിരിക്കും അവർ അല്ലെ. ആണല്ലോ, അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും ആ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അവരോട് ആരും പ്രത്യേക ഇൻസ്ട്രക്ഷൻ ഒന്നും കൊടുക്കണ്ട നീ ഇതിനെ കുറിച്ച് സംസാരിക്കണം എന്ന്. പക്ഷെ അത് നാച്ചുറലി അവർക്ക് ആ ഒരു ഇഷ്ടം ഉണ്ടാവും അല്ലെ. നമ്മളൊക്കെ തന്നെയും നമ്മൾ തന്നെ നമ്മുടെ സംസാരത്തിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നമ്മളെ ശരിക്കും ദുനിയാവിലെ ഏറ്റവും വലിയ ഹമ്മ അല്ലെങ്കിൽ കണക്ഷൻ എന്താണെന്നുള്ളതിനെ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കാര്യം എന്താണെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ വേറൊരാളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കറങ്ങി തിരിഞ്ഞ് ഏത് ടോപ്പിക്കിലേക്കാണ് എത്തിയത് എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഈ നാവ് എന്താണ്, ഭയങ്കര ബിസിയാണ്. എന്തില്, ഈ ഹൃദയത്തിലുള്ള സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ബിസിയാ. ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മൾ ഓരോരുത്തരുടെയും നാവില് നമുക്ക് അങ്ങനെ ഒരു പരിധിയിൽ കൂടുതൽ നാവിന് എന്താണ് പ്രിറ്റൻഡ് ചെയ്യാൻ, അഭിനയിക്കാനൊന്നും പറ്റൂല. എന്താണോ ഹൃദയത്തിൽ തിളയ്ക്കുന്നത് അത് തന്നെയാണ്. ഒരാൾ സംസാരിക്കുന്ന ഏറ്റവും കൂടുതൽ കാര്യം എന്താണോ അതായിരിക്കും അയാളുടെ ഹൃദയത്തിൽ കിടന്ന് തിളയ്ക്കുന്നത്. ചിലപ്പോൾ നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യുമ്പോഴല്ലോ നമ്മളെ കുറിച്ച് കൂടുതൽ അതായത് എന്ത് സംസാരിക്കുമ്പോഴും കറങ്ങി തിരിഞ്ഞ് ഞാൻ എന്നുള്ള പോയിന്റിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം എന്റെ ഉള്ളിൽ തിളയ്ക്കുന്ന സാമ്പാർ എന്താണ്, ഞാൻ ആണെന്നുള്ളത്. ഹെറണ. ഇനി നമ്മൾ ജീവിതത്തിനെ കുറിച്ച് ഭയങ്കര നിരാശയിലും ഭയങ്കര വിഷമത്തിലും ആണെന്നുണ്ടെങ്കിൽ നമ്മളെ നാവ് സ്വാഭാവികമായും നാവ് അനൗൺസ് ചെയ്യുന്നത് എന്തായിരിക്കും, ആ ഒരു സന്തോഷമില്ലായ്മ, കംപ്ലൈന്റ് അല്ലെ, അതായിരിക്കും നമ്മളെ വായിന്ന് ഏറ്റവും കൂടുതൽ വരുന്നത്. നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, എന്റെ ഭാവി, അല്ലെങ്കിൽ അതെന്താവും ഇതെന്താവും ഇതിങ്ങനെയാ അങ്ങനെയാന്നുള്ള പ്രശ്നങ്ങൾ അല്ലെ. ഇനി നല്ല ഈമാന്റെ ഒരു ഹൈ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മളെ നാവും അതിനെ ആ ഒരു ഫെയ്ത്തും ആ ഒരു വിശ്വാസവും അള്ളഹാനെ കുറിച്ചുള്ള ഓർമ്മയും അള്ളഹാനോടുള്ള ശുക്രും അല്ലെ, അതായിരിക്കും കൂടുതൽ പറയുന്നത്. കൂടുതൽ കൈൻഡ് ആയിട്ടുള്ള ആളുകൾ, പ്രയോജനപ്രദമായ സംസാരങ്ങളും തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നതും അനാവശ്യമായ സംസാരങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഈമാൻ ഹൈയിലാണെങ്കിൽ നമ്മൾ കേൾക്കും. നമ്മൾ തന്നെ ഇപ്പൊ നമ്മൾ ചില സമയത്ത് ഈമാൻ ലോയിൽ പോകുമ്പോൾ നമ്മളെ സംസാരങ്ങളിലും ആ ഒരു സംഭവങ്ങൾ ചിലപ്പോൾ അല്ലെ നമ്മൾ മുമ്പൊക്കെ പറയണ്ടെന്ന് വിചാരിച്ച അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മുടെ നാവിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വരും. ചിലപ്പോൾ നമ്മൾ കുറെ നാളായിട്ട് ആരെയും ചീത്ത പറയുന്നു ഒന്നും ഉണ്ടാവില്ല, നല്ല കുട്ടിയായിട്ട് വീട്ടിൽ നിൽക്കുന്ന നമ്മളായിരിക്കും. പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന ഒരു ഈമാൻ ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ മുമ്പ് ഉറക്കി കിടത്തിയ ചീത്തവിളിയും ഒക്കെ നമ്മളുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരും. എന്തുകൊണ്ടാ, ഹൃദയത്തിന്റെ അവസ്ഥ മാറി, ഈമാൻ മാറിയത് കൊണ്ട് അല്ലെ. അപ്പം ഇതെല്ലാം ഹൃദയം എന്താണോ അതാണ് നാവ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം നാവില് ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇവൻ ഉദ്ദേശിച്ചതല്ലാതെ പറയുന്നതാണെങ്കിൽ പോലും അതിന്റെ സോഴ്സ് എവിടെയാണ്, ഹൃദയമാണ്. ചിലപ്പോൾ നമ്മൾ തന്നെ പറയാറുണ്ടല്ലേ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ പറയണമെന്ന് വിചാരിച്ചിട്ടില്ല, പക്ഷെ എന്റെ വായിന്ന് പുറത്തേക്ക് വന്നു പോയതാണ് അല്ലെ. പലപ്പോഴും അങ്ങനെയുള്ള സിറ്റുവേഷൻ. എന്തുകൊണ്ടാ, അത് ഹൃദയമാണ് അതിന്റെ സോഴ്സ് എന്നുള്ളത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. ഒരു രോഗത്തിന്റെ അടയാളം തന്നെ നാവാണ് അല്ലെ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു രോഗം ഉണ്ടെങ്കിൽ അതിനൊരു സിംറ്റം ഉണ്ടാവും. അതേപോലെ നാവ് നമ്മളടുത്ത് പറയും, നാവിന്റെ സംസാരം, ഞാൻ വീണ്ടും വീണ്ടും പറയാം, നമ്മളെ സംസാരം ശ്രദ്ധിക്കും, മറ്റുള്ളവരിലേക്ക് പോകണ്ട. നമ്മളെ സംസാരം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്റെ ഹൃദയത്തിനകത്ത് ചെറിയൊരു രോഗമുണ്ട്, ഞാൻ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണം ഹൃദയത്തിന്റെ ഈ രോഗത്തിന്. ഇതൊരു ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, ഇതൊരു സിംറ്റം ആണ്. ഇതൊന്നും ഹൃദയത്തിന്റെ അവസ്ഥ മെഷർ ചെയ്തിട്ട് ഈമാന് കറക്റ്റ് ഡോസിൽ കൊടുത്തോണ്ടേയിരിക്കണം. ഓക്കെ, ഈമാന്റെ ട്രീറ്റ്മെന്റ്, ആ ഒരു മരുന്ന് കറക്റ്റ് ഡോസിൽ എന്റെ ഹൃദയത്തിന് കൊടുത്തോണ്ടേയിരിക്കണം. കാരണം മൂപ്പര രോഗത്തിന്റെ ലക്ഷണങ്ങൾ നാവ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ
തിരിച്ചുള്ള കാര്യം നമ്മൾ മറക്കരുത് കേട്ടോ. നാവിന് ഹൃദയത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവ്. ശരിക്കും നാവും ഹൃദയം ഉണ്ടല്ലോ ഏകദേശം ഒരേപോലെയുള്ള ആൾക്കാരാ. ഒരേപോലെ. കാരണം രണ്ടും ഭയങ്കര ക്വിക്കായിട്ട് മൂവ് ചെയ്യുന്ന ആൾക്കാരാ. പെട്ടെന്ന് അനക്കം തട്ട് പെട്ടെന്ന് റിയാക്ഷൻ കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഹൃദയവും നാവും. ഭയങ്കര അൺസ്റ്റേബിൾ ആണ്. ഇനി അതെന്താ പറയാന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അതേപോലെ ഹൃദയത്തിൽ എന്താ ഫീൽ ചെയ്യുക, എപ്പോഴാ ഹൃദയം മാറി മറിയാന്നുള്ളതും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ഭയങ്കര ബന്ധാണ് രണ്ടാളും തമ്മിൽ. സുബ്ഹാനല്ലാഹ്. അപ്പം നാവ് കെയർലെസ് ആയിട്ട് തോന്നിയ പോലെ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ആ ഒരു മൂവ്മെന്റ് ഹൃദയത്തിന്റെ അവസ്ഥനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മറ്റും ഏത് അവയവത്തിനേക്കാളും നാവിന്റെ ചേഞ്ച് ഹൃദയത്തിന്റെ അവസ്ഥനെ ഇൻഫ്ലുവൻസ് ചെയ്യും. തിരിച്ചാണ് ഞാൻ പറയുന്നത്. ഇത്രയും നേരം ഞാൻ ഹൃദയത്തിന്റെ അവസ്ഥ നാവിൽ കാണിക്കുന്നതാണ്. ഇതിപ്പോ നാവിന്റെ ചേഞ്ച്, നാവ് നമ്മൾ ചെയ്യുന്നത് ഹൃദയത്തിനെയും ബാധിക്കുന്ന പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നാവിന്റെ അനക്കം ഞാൻ ഇപ്പൊ കുറച്ച് നേരത്തെ പറഞ്ഞല്ലേ, ഹൃദയത്തിലെ കറുത്ത പുള്ളികളായിട്ട് അവിടെ വെക്കും. നമ്മൾ ബാക്ക് ബൈറ്റ് ചെയ്യുമ്പോൾ, ഗോസിപ്പ് ചെയ്യുമ്പോൾ, ചീത്ത കാര്യങ്ങൾ പറയുമ്പോൾ, കളവ് പറയുമ്പോൾ എല്ലാം അത് ഹൃദയത്തിനെ ഇഫക്ട് ചെയ്യും. ഹൃദയത്തിന്റെ ഈമാനെ കുറച്ച് കൊണ്ടുവരും. മറ്റു അവയവങ്ങളും ഹൃദയത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷെ നാവിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന പോലെ വേറെ ഒരു അവയവത്തിനും ഹൃദയത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റൂല. അതില്ലേ, ശരിക്കും നമ്മളെ ഹൃദയം നല്ല സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരെങ്കിലും കയറി വന്ന് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അവർക്ക് ഒരു മറുപടി കൊടുത്തു എന്ന് വെച്ചോ. അപ്പൊ നമ്മളെ ഹൃദയത്തിനെ ഒബ്സർവ് ചെയ്താൽ നമുക്കറിയാം ആ ഹൃദയത്തിന്റെ ആ ഒരു സമാധാനം മാറി ഒരു ഇടങ്ങേറിലേക്കും ടെൻഷനിലേക്കും ഒരു സമാധാനക്കേടിലേക്ക് മാറിയിട്ടുണ്ടെന്ന്. അതായത് നാവിന്റെ അനക്കം പെട്ടെന്ന് ഹൃദയത്തിനെ ബാധിക്കും. അതേപോലെ നമ്മളെ ഹൃദയം ആകെ കൂടെ റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുന്ന സമയത്ത്, ഭയങ്കര മാനസിക സംഘർഷത്തിലിരിക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ദിക്റും അല്ലെങ്കിൽ ഖുർആൻ എടുത്ത് ഓതിക്കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ മെല്ലെ മൂപ്പര് അങ്ങനെ സെറ്റിൽ ആവുന്നത് കാണാം. നാവിന്റെ അനക്കം ഹൃദയത്തിനെ നല്ലപോലെ ബാധിക്കും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലെ, ദിക്ർ അല്ലെങ്കിൽ ഖുർആൻ ഓത്ത് ചിന്തയില്ലാതെ ചെയ്യുന്നത്, അല്ലോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്, അത് ഭയങ്കര, ശരിക്കും അതിന് ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഇവൻ ചിന്തിക്കാതെ പോലും ഖുർആനോ ദിക്റോ അതിനകത്തൊക്കെ വ്യാപൃതരായിരിക്കുമ്പോൾ അതിന് നമ്മളെ ഹൃദയത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഹൃദയത്തിന് ആ ഒരു സമാധാനം കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്തൊരു സ്പീച്ചിന്റെയും ഹാബിറ്റ് നമുക്കുണ്ടോ, അത് അള്ളാഹുവിന്റെ ദിക്ർ ആയിട്ടാണെങ്കിലും, അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്നതും അള്ളാഹിനെ കുറിച്ച് സംസാരിക്കുന്നതും ഖുർആൻ ഓതുന്നതും അതാണെങ്കിലും, ഇനി ഇപ്പുറത്തെ സൈഡിൽ മോശമായിട്ടുള്ള എന്തൊരു കാര്യങ്ങൾ സംസാരിക്കുന്ന സ്വഭാവമാണെങ്കിലും, ഇതിന് രണ്ടിനും നമ്മളെ ഹൃദയത്തിന് നല്ല പോലെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പുറത്തെ സൈഡ് പരമാവധി കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് ഹൃദയത്തിന് ആ ഒരു സെയിം അവസ്ഥയിലെങ്കിലും നിർത്താനുള്ള ഒരു ട്രിക്കാണ്. ഉള്ള അവസ്ഥയിൽ നിന്ന് മോശമാക്കാതിരിക്കാനുള്ള ഒരു ട്രിക്കാണ്. അപ്പം ക്ലീൻ ആക്കി വെക്കുക നാവ്. അപ്പം ഹൃദയം എന്താക്കും, ആ ഒരു ഉള്ള അവസ്ഥയിൽ നിന്ന് മോശാവാതെ നിന്നോളും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കണക്ഷൻ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. പ്രത്യേകിച്ച് നമ്മളെ ഹൃദയം ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ആൾക്കാരാണെങ്കിൽ. ഹൃദയത്തിലേക്കുള്ള ഒരു മെയിൻ എൻട്രി പോയിന്റ് ആണ് നാവ്. ആൻഡ് ശൈത്താന്റെ ഏറ്റവും വലിയ ടാർഗറ്റും കൂടെയാണത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നാവിനെ നമ്മൾ തിന്മയിൽ നിന്ന് എത്രത്തോളം സംരക്ഷിക്കുന്നു അത്രത്തോളം നമ്മളെ ഹൃദയം പ്യുവർ ആയിരിക്കാൻ നമുക്ക് പറ്റും. നമ്മളെ ഈമാൻ നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വഴി എന്താണെന്നറിയോ, നാവിനെ കെട്ടിയിടുക എന്നുള്ളതാ, സംസാരം കുറയ്ക്കുക എന്നുള്ളത്. അനാവശ്യ സംസാരങ്ങൾ ഉണ്ടാവും എന്ന് ഉറപ്പുള്ള സ്ഥലത്തേക്ക് പോവേ വേണ്ട. നിർബന്ധമായിട്ടുള്ളത് ഫർദായിട്ടുള്ള കാര്യങ്ങളും നമുക്കറിയാലേ. ഫർദല്ലാത്ത പല അനാവശ്യ സംസാരം നടക്കുന്ന സ്ഥലങ്ങളും ഉണ്ടാവും. പോവേ വേണ്ട അങ്ങോട്ട്. ഓക്കെ. അപ്പൊ നമ്മളെ ഹൃദയത്തിന്റെ ഹെൽത്തും ഹാപ്പിനെസ്സും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു പരിധിവരെ നമ്മളെ സ്ട്രെയിറ്റ് ടങ് അല്ലെ, നാവ് സ്ട്രെയിറ്റ് ആണെങ്കിൽ കുറേയൊക്കെ അത് നമ്മളെ ഹൃദയത്തിന്റെ ഹെൽത്തിനെ, ഈമാനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം അള്ളാഹിന്റെ മാർഗത്തിലേക്ക് നമുക്ക് കുറച്ചും കൂടെ അടുക്കാൻ അത് സഹായിക്കും. നാവിനെ കൺട്രോൾ ചെയ്യാതെ അള്ളാഹിന്റെ അടുത്തേക്ക് അടുക്കാൻ നമ്മൾ വിചാരിക്കുക വേണ്ട. ഇനി ഒരു വിഷയം കൂടെ ഈ ഹദീസിന്റെ അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെയ്ബർ, അയൽവാസിന്റെ കാര്യമില്ലേ. അയൽവാസി എന്ന് പറയുന്നത് ശരിക്കും നമ്മളെയൊക്കെ ഹൃദയത്തിന്റെ നാവിന്റെ അവസ്ഥ ഒരു ലിറ്റ്മസ് പേപ്പറാണ്. ടെസ്റ്റ് ചെയ്യുന്ന, ലൈക്ക് എന്താണോ നമ്മളെ ഹൃദയത്തിന്റെ നാവിന്റെ അവസ്ഥ, അത് അയൽവാസിയിൽ നിന്ന് തെളിയിക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. ഇത് ഈ അയൽവാസി എന്നൊക്കെ പറയുമ്പോൾ അന്നും ഓരോരുത്തരുടെ കോണ്ടെക്സ്റ്റിലും അത് വേറെ അയൽവാസികളായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ജീവിതങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ട് അല്ലെ. ശരിക്കും അതും ഇസ്ലാമികം അല്ലാതെ അതിലേക്കുള്ള ഹദീസുകളും വരുന്നുണ്ട് അല്ലെ. അപ്പം അവരുമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിരിക്കുക എന്നുള്ളതും ഒരു ഓപ്ഷനേ അല്ല. ഓക്കെ. അത് ഒരു വശം, നമ്മൾ ബന്ധം ഉണ്ടാക്കണം എന്നുള്ളത് ഒരു വശം.
അതിന്റെ കൂടെ ആ ബന്ധത്തിനെ എത്ര ഭംഗിയാക്കുന്നു എന്നുള്ളത് നമ്മളെ ഹൃദയത്തിന്റെ നാവിന്റെ അവസ്ഥ മനസ്സിലാക്കുന്നു, കാണിക്കുന്നുള്ളത് വേറൊരു വശം. ഇനി വേറൊരു കാര്യം കൂടി, ഈ അയൽവാസി എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരേണ്ട വേറെയും ചില ആൾക്കാരുണ്ട്, നമ്മുടെ വീട്ടിനകത്തുള്ള ആൾക്കാർ. കാരണം അയൽവാസി എന്ന് പറയാനുള്ള കാരണം എന്താ, കോൺസ്റ്റന്റ് ആയിട്ട് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മളൊരു ടച്ചിലായിക്കൊണ്ടേയിരിക്കുന്ന ആളുകൾ എന്ന അർത്ഥത്തിലും കൂടിയാണ് അയൽവാസി എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ നമ്മുടെ വീട്ടിനകത്തുള്ള ആളുകളും അങ്ങനെയാണ്, നമ്മളായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ടച്ചിലുള്ള ആൾക്കാരാണ് അല്ലെ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാലം ഈ പറഞ്ഞ കൂട്ടരുടെ അടുത്ത്, അയൽവാസികളുടെ അടുത്തും സ്വന്തം വീട്ടിനകത്തുള്ള ആൾക്കാരുടെ അടുത്തും അഭിനയിക്കാൻ പറ്റൂല. എപ്പോഴെങ്കിലും കാണുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ നമുക്ക് കുറച്ചു നേരം അഭിനയിച്ചൊക്കെ പിടിച്ചു നിൽക്കാം അല്ലെ, അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലാണ്ട് നല്ല രീതിയിലൊക്കെ സംസാരിച്ചിട്ട്. പക്ഷെ നെയ്ബേഴ്സ്, അയൽവാസികൾ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല കൂടുതൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനും സാധ്യത ഈ പറഞ്ഞ കൂട്ടരുടെ അടുത്താണ്, അയൽവാസികളും സ്വന്തം വീട്ടിനകത്തുള്ള ആൾക്കാരും. കാരണം സ്പേസ് ഷെയർഡ് ആണ് അല്ലെ, അടുത്തടുത്താണ് താമസിക്കുന്നത്. അവരെ ചില കാര്യങ്ങൾ നമ്മളെ ദേഷ്യം പിടിപ്പിക്കും, നമ്മൾ ചില കാര്യങ്ങൾ അവരെ ദേഷ്യം പിടിക്കും. അതുകൊണ്ട് തന്നെ അടിയും തല്ലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സുബ്ഹാനല്ലാഹ്. അവിടെയാണ് നമ്മളുടെ ശരിയായ സ്വഭാവം പുറത്തു വരുന്നത്. അപ്പൊ നമ്മൾ മനുഷ്യന്മാരുടെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പരമാവധി നമ്മളെ അവകാശങ്ങൾ ഇങ്ങോട്ട് കിട്ടണം അല്ലെ. അത് വീട്ടുകാരുടെ അടുത്ത് നമ്മളെ പ്രശ്നം അതാ, എനിക്ക് കിട്ടാനുള്ളത് ഇങ്ങോട്ട് കിട്ടണം, കൊടുക്കാനുള്ളതൊന്നും ഞാൻ കൊടുക്കൂല അല്ലെ. നമ്മളെ ജീവിതം ദാവാന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം ഉണ്ട്, അതിനൊന്നും എന്നെ കൊണ്ട് പറ്റൂല, എന്നോട് അവരത് ചെയ്തില്ല, എന്നാൽ എന്നോട് അവരത് ചെയ്യാൻ പാടുണ്ടോ, ആ ചിന്തയും ഈ പറഞ്ഞ അയൽവാസി ബന്ധത്തിലും വീട്ടിനകത്തുള്ള ബന്ധത്തിലും ഭയങ്കരമായിട്ട് ബാധിക്കും. സുബ്ഹാനല്ലാഹ്. അത് നമ്മളെ ഈമാന്റെ ഒരു ടെസ്റ്റും കൂടെയാണ് ഇതൊക്കെ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിക്കും ഇൻസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അയൽവാസികളുമായിട്ടുള്ള ബന്ധം നന്നാക്കുക എന്നുള്ളത്. തകുൻ മുഅ്മിനൻ വഅഹ്സിൻ ജിവാര മൻ ജാവറക. നിങ്ങൾ അയൽവാസികളുമായിട്ട് ഏറ്റവും നന്നായിട്ട് അഹ്സനായിട്ട് പെരുമാറുക, എന്നിട്ട് നിങ്ങൾ മുഅ്മിനാവുക. ശരിക്കും നമ്മൾ മുഅ്മിനെ ആവുന്നില്ല എന്നാണ് അയൽവാസികളുമായിട്ട് നല്ല ബന്ധം അല്ലെങ്കിൽ എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മൾക്ക് ഭയങ്കര മുഅ്മിനീങ്ങളല്ലേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അൽബാനി സഹിഹാക്കിയ തിർമിദിയിൽ വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. അതേപോലെ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അയൽവാസിനെ കുറിച്ച്, മാസാല ജിബ്രീൽ യൂസിനി ബിൽ ജാരി ഹത്താ ളനന്തു അന്നഹു സയുവരിസുഹു. അത് ജിബ്രീൽ അലൈഹിസ്സലാം അയൽവാസിനെ കുറിച്ചിട്ട്, അയൽവാസിനോട് നന്നായി നിൽക്കണം എന്ന് ഉപദേശിക്കുന്നത് കേട്ടിട്ട് ഞാൻ പേടിച്ചുപോയി, അവരെ എന്റെ അനന്തരാവകാശി പോലും ആക്കിയേക്കോ എന്നുള്ളത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അത്രയും ഇത് സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. അത്രക്കും നമ്മളെ ഫാമിലി പോലെ നമ്മളെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ പലപ്പോഴും നമ്മളെ കുടുംബത്തിലല്ലേ, അപ്പൊ ഒരു കസിൻസ് അല്ലെങ്കിൽ മൂത്താപ്പേള, അപ്പൊ അവരെക്കാളും കൂടുതൽ നമ്മൾ കാണുന്നത് അയൽവാസികളെ ആയിരിക്കും. അവരത്രയും ക്ലോസ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഡാമേജും ഭയങ്കര അധികമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും വലിയ തിന്മകൾ ഏതൊക്കെയാന്ന് ചോദിച്ച ചോദ്യത്തില് മൂന്നാമത്തതായിട്ട് അയൽവാസിയുടെ ഭാര്യയുമായിട്ട് വ്യഭിചാരം ചെയ്യുന്ന ഒരു കാര്യം സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും വന്ന റിപ്പോർട്ടുണ്ട്. കാരണം വ്യഭിചാരം എന്ന് പറയുന്നതേ ഭയങ്കര വലിയ തിന്മയാണ്. അത് കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഒരു അയൽവാസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് അവരുടെ അടുത്ത് ഉത്തരവാദിത്തങ്ങളുണ്ട്, അവിടെയും കൂടെ ആവുമ്പോൾ ആ ചതി ഭയങ്കര കൂടുതലാവാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മുടെ അയൽവാസി നമ്മളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഉള്ളത് കാരണം അവർക്ക് ഇൻസെക്യൂരിറ്റിയും പ്രയാസങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് നമ്മളുടെ ഈമാനിലെ തോൽവിയാണ്. ഓക്കെ. അപ്പം അവരുടെ അവകാശങ്ങളും അവർക്ക് സമാധാനമായിട്ട് ജീവിക്കാനുള്ള ആ ഒരു ഇതും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഈമാന്റെ ലക്ഷണമാണ്. അഹങ്കാരവും അത്യാഗ്രഹവും ദേഷ്യവും ഡിറ്റാച്ച്മെന്റും സംശയവും വെറുപ്പിക്കലും ഒക്കെ മാറ്റിയിട്ട്, അത് അയൽവാസി ബന്ധം എന്നുള്ളതല്ല, ഏത് ബന്ധങ്ങൾ, സാമൂഹികപരമായ ഏതൊരു ബന്ധത്തിലും ഇതൊക്കെ മാറ്റിയിട്ട് അവിടെ സ്നേഹം, ഊഷ്മളത, ക്ഷമ, പുറത്തു കൊടുക്കല്, ഔദാര്യം, അതൊക്കെ നമ്മൾ കൊണ്ടുവന്നേ മതിയാവും. കാരണം നമ്മൾ ഹൃദയത്തിന്റെ പുറത്തുള്ള സംഭവമാണ് അകത്തേക്കും കൂടെ വരിക. എത്രത്തോളം നമ്മൾ പുറത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയും കൂടുതൽ കൊടുക്കുകയും കൂടുതൽ നന്നായിരിക്കുകയും ചെയ്യുന്നു, അത്രത്തോളം അത് നമ്മളെ ഹൃദയത്തിനെ ഇഫക്ട് ചെയ്യും. ഈ പറഞ്ഞ പോലെ നാവ് എത്രത്തോളം നന്നാക്കുന്നു അത്രത്തോളം അത് ഹൃദയത്തിനെ നന്നാക്കുന്നു പറഞ്ഞതുപോലെ, എന്തൊരു കാര്യം നമ്മൾ കൂടുതൽ വിട്ടഴിച്ചു കൊടുക്കുമ്പോൾ അത് നമ്മളെ ഹൃദയത്തിന്റെ വിശാലതനെ വർദ്ധിപ്പിക്കും. ഹൃദയം വിശാലമാവുമ്പോൾ നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പം നമ്മളെ നെയ്ബേഴ്സുമായിട്ട് ഒരു ഹെൽത്തി കണക്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കാം. അപ്പം നമ്മളായിട്ട് ഏറ്റവും അടുത്തുള്ളവരാണ് നമ്മളുടെ കെയറും കൺസേണും കൈൻഡ്നസും ഏറ്റവും കൂടുതൽ അർഹിക്കുന്നത്. നമ്മളുടെ ഏറ്റവും നല്ല പുഞ്ചിരിയും ഏറ്റവും നല്ല സംസാരവും ഏറ്റവും നല്ല ആറ്റിറ്റ്യൂഡും ഒക്കെ എപ്പോഴെങ്കിലും കാണുന്ന സ്ട്രേഞ്ചേഴ്സിന് വേണ്ടി വെക്കുന്നതാവരുത്. അത് നമ്മളെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക്, നമ്മുടെ ശരിയായ ക്യാരക്ടറും നമ്മുടെ ശരിയായ ഈമാനും ശരിയായ മാനേഴ്സും ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അത് നമ്മളെ ഇണകളില്, നമ്മുടെ മാതാപിതാക്കളില്, നമ്മുടെ സഹോദരങ്ങളില്, മക്കളില്, അയൽവാസികളില്, സുഹൃത്തുക്കളില് ആയിരിക്കട്ടെ. ഏറ്റവും ബെസ്റ്റ് നമുക്ക് അവർക്കാണ് കൊടുക്കാൻ പറ്റുക.
അവർക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അവർക്കാണ് നമ്മളിൽ നിന്ന് ഏറ്റവും കൂടുതൽ അവകാശങ്ങൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള പ്രതിഫലവും അങ്ങേയറ്റം വലുതായിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം അത്രയാണ് ഈ ഹദീസിനകത്തുള്ളത്. നമ്മൾ 2-3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, ഒന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഹൃദയത്തിന്റെ അവസ്ഥ, അത് അതിനനുസരിച്ചാണ് നാവിലേക്കൂടെ വരാന്നുള്ളത്. അപ്പൊ അതേപോലെ തിരിച്ചും നമ്മളിവിടെ പറഞ്ഞല്ലേ, നാവിന്റെ അവസ്ഥ, നാവ് എത്രത്തോളം കൺട്രോൾഡ് ആണോ അത് നമ്മളെ ഹൃദയത്തിന്റെ ഈമാനിനെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പം നമ്മളെ ഹൃദയത്തിന്റെ ഈമാൻ, നമ്മളെ ഹൃദയത്തിന്റെ ക്ലീൻ ആയിട്ടുള്ള അവസ്ഥ, അള്ളാഹു ആയിട്ടുള്ള കണക്ഷന്റെ അവസ്ഥേനെ ബാധിക്കണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് അളന്ന് തൂക്കി അള്ളാഹുമായിട്ട് എന്റെ ബന്ധത്തിനേക്കാൾ വലുതാണോ ഞാൻ ഈ പറയുന്ന സംസാരം എന്ന് ആലോചിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. നമ്മളെല്ലാവരെയും അത്തരത്തില് നാവിനെ കൺട്രോൾ ചെയ്ത, അതുവഴി ഹൃദയത്തിന്റെ ഈമാനെ നിലനിർത്തുന്ന, ഹൃദയത്തിലെ ഈമാൻ വർദ്ധിപ്പിച്ചുകൊണ്ട് അതുവഴി നാവിലൂടെ നല്ലത് മാത്രം വരുത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെല്ലാവരെയും മാറ്റട്ടെ. അതേപോലെ നമ്മുടെ അയൽവാസികൾ, നമ്മളുമായിട്ട് ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ അടുത്തിടപഴകുന്ന ആളുകളുമായിട്ട് ഏറ്റവും നല്ല ബന്ധം, അവർക്ക് ഏറ്റവും തൃപ്തിയുള്ള ബന്ധം അവർക്ക് കൊടുക്കാനും, അവരുടെ അവകാശങ്ങൾ വിട്ടുകൊടുക്കാനും, അവരുടെ തൃപ്തി കാരണം നമ്മൾ സ്വർഗത്തിൽ പോകാനും ഉള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും. ആമീൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സമഇ വമിൻ ശർരി ബസ്വരി വമിൻ ശർരി ലിസാനി വമിൻ ശർരി ഖൽബി വമിൻ ശർരി മനി യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ദീനിക് യാ اللهم مصرف القلوب صرف قلوبنا على طاعتك ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته. الحمد لله.